ചിരിക്കുന്ന മുഖത്തോടു കൂടിയായിരുന്നു ശിവരാമൻ ചേട്ടനെ നമുക്ക് എപ്പോഴും കാണാൻ കഴിയും. ഇവിടെ അധ്യക്ഷൻ പറഞ്ഞ പോലെ തന്നെ ജീവിതത്തിൽ വളരെയേറെ കൃത്യനിഷ്ഠകളും അതുകൊണ്ട് തന്നെ സത്യസന്ധതയോടുകൂടി സാമൂഹിക പ്രവർത്തനം നടത്തുകയും ജീവിച്ചിരുന്ന കാലഘട്ടത്തിന്റെ ആദ്യമൊന്നും മരണത്തിലും കാണിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ഒരു പാഠപുസ്തകമായി മാറിയ ശിവരാമൻ ചേട്ടനെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി വിഷയം അവതരിപ്പിക്കും. ശിവരാമൻ ചേട്ടന്റെ എല്ലാ കഴിഞ്ഞ വർഷത്തെ അനുസ്മരണം ഒഴിച്ച് എല്ലാ അനുസ്മരണ സമ്മേളനങ്ങളും എനിക്കൊരു പ്രിവിലേജ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും പ്രിയപ്പെട്ട ശിവരാമൻ ചേട്ടനെ അനുസരിച്ചുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് കേരളത്തിൽ നവോത്ഥാനം ഉണ്ടായോ എന്ന് ചോദിച്ചാല് അല്ല, നവോത്ഥാന കേരളം എന്ന് പറഞ്ഞാൽ അതിന് കാര്യമായ വിയോജിപ്പുള്ള ഒരാളാണ്. കാരണം നവോത്ഥാനം എന്ന് പറയുന്നത് എന്താണ് എന്ന് പഠിക്കുമ്പോൾ കേരളത്തിൽ അത്തരമൊരു നവോത്ഥാനം ഉണ്ടായി എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നവോത്ഥാനം എന്ന വാക്കും നവീകരണം എന്ന വാക്കും മതപുനരുജ്ജീവന വാക്കും എല്ലാം ഏതാണ്ട് സമാനതകളാണ്. റെനൈസാൻസ്, റിഫർമേഷന്, റിവൈവലിസം, ഇതിനെയൊക്കെ പരസ്പരം ഉழைക്കുന്ന രീതിയിൽ പലപ്പോഴും ആളുകൾ സംസാരിക്കാറുണ്ട്. നവോത്ഥാനത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് വളരെ ലഘുവായി പറഞ്ഞാല് ബൗദ്ധിക മുന്നേറ്റം, അന്വേഷണാത്മകത, യുക്തിചിന്ത, സാംസ്കാരിക മുന്നേറ്റം, സ്ത്രീ സ്വാതന്ത്ര്യം തുടങ്ങിയവയായിരുന്നു നവോത്ഥാനത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാല് ഒരു എൻലൈറ്റൻഡ് ആയിട്ടുള്ള ഭൗതിക ജ്ഞാനോദയം സിദ്ധിച്ച ഒരു സമൂഹത്തിൽ മാത്രമേ നവോത്ഥാനം ഉണ്ടാവുകയുള്ളൂ എന്നാണ് യൂറോപ്യൻ നവോത്ഥാനത്തെ കുറിച്ച് പഠിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയുക. അതൊരു സുദീർഘകാല പ്രക്രിയയാണ്. കലാരംഗത്ത്, സാഹിത്യരംഗത്ത്, ചിന്താരംഗത്ത്, തത്വചിന്താ രംഗത്ത്, ശാസ്ത്ര രംഗത്ത് തുടങ്ങി ജീവിതത്തിന്റെ സമസ്ത മണ്ഡലങ്ങളിലും പുതിയൊരു ചിന്താ പദ്ധതി അവതരിപ്പിച്ചുകൊണ്ട് മാനവികമായ ഒരു പദ്ധതിയിലൂടെ സമൂഹത്തെ പൂർണ്ണമായും മാറ്റിപ്പണിയുക എന്നതാണ് നവോത്ഥാനത്തിന്റെ അർത്ഥം. പക്ഷെ അത്ര ഒരു നവോത്ഥാനം എവിടെയാണ് സംഭവിച്ചത്, കേരളത്തിൽ എവിടെയാണ് സംഭവിച്ചുള്ളത് പരിശോധിക്കേണ്ട കാര്യമാണ്. മറ്റൊന്ന് ഏതൊരു അന്വേഷണാത്മക നമ്പർ ഓഫ് എൻക്വയറി എന്ന് പറഞ്ഞാല് ഈ അന്വേഷണാത്മകത എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എനിക്ക് തോന്നി ഇപ്പോൾ നമ്മളൊക്കെ വളരെയേറെ പുരോഗമിച്ച ശാസ്ത്ര കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് എന്ന് പറയുമ്പോഴും ഒരു കാര്യത്തിലും അങ്ങനെ ഒരു സ്പിരിറ്റ് ഓഫ് എൻക്വയറി നമുക്കില്ല. ഉണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞ പോലെ ത്രിഭാസന പോലെ ഒരു പ്രസ്ഥാനം വിദ്യാർത്ഥികളിൽ ഉണ്ടാകുമായിരുന്നില്ല. കാരണം സകലമായ രോഗങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാനായിട്ട് ഒറ്റമൂലി പരിഹാരം നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന് ഈ ശാസ്ത്രജ്ഞരെ പറയുമ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന കേരളത്തിൽ എന്ന് പറയുന്ന ഞാൻ പറയും പ്രവാസം മാത്രമല്ല, കേരളത്തിലെ ഭ്രാന്തന്മാരുടെ ഒരു ലോകമായി മനോരോഗികളുടെ ഒരു സമൂഹമായി കേരളം മാറുമ്പോൾ അതിനെങ്ങനെയാണ് നമുക്ക് അന്വേഷണാത്മകതയുള്ള യുക്തിചിന്തയുള്ള ഒരു സമൂഹമാണ് പറയാൻ കഴിയുക. യുക്തിചിന്ത എന്ന് പറയുന്ന യുക്തിവാദം മാത്രമല്ല, നമ്മളെ യുക്തിചിന്തയുള്ളവരാണ് മനുഷ്യരെന്നാണ് തുടങ്ങിയതെങ്കിലും നമ്മുടെയൊക്കെ യുക്തിചിന്ത ഇന്ന് അന്യവൽക്കരിക്കപ്പെടുന്ന ഒരു സാമൂഹിക അവസ്ഥയിൽ രാഷ്ട്രീയ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത്. അതുപോലെ സാംസ്കാരിക രംഗത്ത് നമ്മളൊക്കെ നല്ല വേഷം ധരിക്കുന്നു, നല്ല പാറ്റിടുന്നു, നല്ല ആധുനികമായ വസ്ത്രം ധരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു എന്നതോടെ നമ്മൾ സംസ്കാര സമ്പന്നരാകണമെന്നില്ല. നമ്മൾ സാംസ്കാരിക രംഗത്ത് എവിടം വരെ വളർന്നിരിക്കുന്നു എന്ന ചോദ്യം വളരെ കൃത്യമായി നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണ്. അതുപോലെ ഒരു സമൂഹത്തില് ആ ഒരു സമൂഹം പരിഷ്കൃതമാവുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ആ സമൂഹത്തിൽ തുല്യത ഉണ്ടാവുക എന്നതാണ്. സ്ത്രീയുടെ തുല്യത, സ്ത്രീ സ്വാതന്ത്ര്യം എന്നുള്ള അർത്ഥം സ്ത്രീ പുരുഷന് തുല്യമായിട്ടുള്ള അവകാശങ്ങളും അവസര സമത്വം ഉണ്ടാകുക എന്നതാണ്. എത്രമാത്രമാണ് കേരളത്തില് ഇങ്ങനെയൊരു സ്ത്രീ സ്വാതന്ത്ര്യം ഉള്ളത് എന്ന് പരിശോധിക്കേണ്ടത്. ഇങ്ങനെയുള്ള നവോത്ഥാനത്തിന്റെ മാനകങ്ങൾ പരിശോധിക്കുമ്പോൾ അമിതമായിട്ടുള്ള ഒരു നവോത്ഥാനം കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന അഭിപ്രായക്കാരാണ് ഞാൻ. അല്ലെങ്കിൽ നമുക്കത് മറ്റു പലരും അല്ലാത്ത രീതിയിൽ വളരെയേറെ പുസ്തകങ്ങൾ കേരളത്തിലെ നവോത്ഥാനത്തെ കുറിച്ച് ഇറങ്ങിയിട്ടുണ്ട്. അത് സകലജാത ജാതി നേതാക്കന്മാരെയും സകലമായ മത നേതാക്കന്മാരെയും നവോത്ഥാന നായകന്മാരെ അവതരിപ്പിച്ചുകൊണ്ട് ധാരാളം കൃതികൾ നമ്മൾ എഴുതിയിട്ടുണ്ട്. അത് പറഞ്ഞുകൊണ്ടുള്ള പറയുന്നത് യഥാർത്ഥത്തില് യൂറോപ്പിലുണ്ടായ നവോത്ഥാനം ഉത്പാദിപ്പിച്ച പ്രക്രിയകളുണ്ട്. അതിലൊന്ന് ജനാധിപത്യം എന്നുള്ളതാണ്. ജനാധിപത്യം എന്ന് പറയുന്നത് യൂറോപ്പിലുണ്ടാകുന്ന ഒരു ദിവസം പൊട്ടിക്കളഞ്ഞ ഒരു സാധനമൊന്നുമല്ല. അതുവരെ യൂറോപ്പിലെ 1630-കളിലെ ഒലിവർ ക്രോംവെല്ല് ചാൾസ് രാജാവിന്റെ തലവെട്ടിക്കൊണ്ട് ബ്രിട്ടീഷ് പാർലമെന്റിൽ അധികാരം സ്ഥാപിച്ചെടുക്കുന്ന കാലം വരെ ലോകത്താരും ജനാധിപത്യം വാങ്ങി കേട്ടിട്ടില്ല. ഒരുപക്ഷെ ഏതൻസിലെ ജനാധിപത്യത്തെ കുറിച്ച് വാചോടിക്കുന്നുണ്ടെങ്കിൽ ഏതൻസിലെ ജനാധിപത്യം എന്ന് പറയുന്നത് നമ്മൾ രാജ്യത്തുമായിരുന്നു. അവിടെ പുരുഷന്മാർക്ക് മാത്രമേ അവകാശം ഉണ്ടായിരുന്നുള്ളൂ. സ്ത്രീകളെയോ അടിമകളെയോ യാതൊരു പ്രജയുമായി കണക്കാക്കാത്തതായിരുന്നു ഏതൻസിലെ ജനാധിപത്യം. റോമിലെ ജനാധിപത്യം അങ്ങനെയായിരുന്നു. അവിടെ സ്ത്രീകൾക്ക് വോട്ടവകാശം ഉണ്ടായിരുന്നില്ല, അടിമകൾക്ക് വോട്ടവകാശം ഉണ്ടായിരുന്നില്ല. മറിച്ച് ഒരു രാജ്യത്തിന്റെ അധികാരം എന്ന് പറയുന്നത്
രാജാവ് നിശ്ചിതമല്ല എന്ന് മറിച്ച് അത് പാർലമെന്റിന്റെ അധികാരമാണ് എന്ന് സ്ഥാപിച്ചെടുത്തുകൊണ്ട് ഒരു രാജാവിനെ തലവെട്ടിക്കൊണ്ടാണ് ഉദ്യോഗത്തോളം ജനാധിപത്യം പ്രഖ്യാപിക്കുന്നത് നവോത്ഥാനത്തിന്റെ ഏറ്റവും പുഷ്കരമായ ഒരു കാലഘട്ടത്തിലാണ്. അതുപോലെ സെക്യുലറിസം എന്ന് പറയുന്നു മതനിരപേക്ഷത എന്ന വാക്കാണ്. ഈ മതനിരപേക്ഷ എന്ന് പറയുന്നത് 1830 മുതൽ 60 വരെ 30 വർഷം നീണ്ടുനിന്ന 30 years വാർ എന്ന യുദ്ധത്തിന് ശേഷം അതിന്റെ ഉടമ്പടി ഉണ്ടാകുന്ന വെസ്റ്റ്ഫാലിയ എന്ന സ്ഥലത്ത് വെച്ചാണ്. അതിന്റെ വെസ്റ്റ്ഫാലിയ ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ് സെക്യുലറിസം എന്ന വാക്ക് പിറന്നു വീഴുന്നത്. ഇതൊക്കെ നവോത്ഥാനത്തിന്റെ വളരെ ഉജ്ജ്വലമായ സമരങ്ങളിലെ അല്ല ചിന്താ പദ്ധതിയുടെ കാലത്താണ്. അതുപോലെയാണ് ഇക്വാളിറ്റി എന്ന് പറയുന്നത്. ഇക്വാളിറ്റി എന്ന വാക്കൊക്കെ നമ്മൾ ഇന്ന് വളരെ അനായാസമായിട്ട് ഉപയോഗിക്കുന്നെങ്കിലും നമ്മുടെ ഭരണഘടനയിലെ ആമുഖത്തിൽ ഇക്വാളിറ്റി ലിബർട്ടീസ് ഫ്രണ്ടേണിറ്റി ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ഇതൊന്നും ലോകത്തിലെ ആദിമകാലം മുതൽ ലോകത്തിലെ ദൈവങ്ങളോ മതങ്ങളോ ഒന്നല്ല. സകല ദൈവങ്ങളും സകല മതങ്ങളും തുല്യതകളായി നിർത്തവരാണ്. അവിടെ ഏകാധിപത്യത്തെ രാജാധിപത്യത്തെ വാഴ്ത്തുന്നവരായിരുന്നു സകല മത നേതൃത്വങ്ങളും ആ സകല പ്രസ്ഥാനങ്ങളും ഉണ്ടായിരുന്ന അന്നുള്ളവര്. ഇന്നും രാജാധിപത്യത്തെ വാഴ്ത്തുന്നവർ നമ്മുടെ തിരുവനന്തപുരത്ത് നിങ്ങൾ ചോദിച്ചാൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് നല്ല ശതമാനം ജനങ്ങൾ വിശ്വസിക്കുന്നത് രാജാവാണ് കേരളം ഭരിക്കുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ പല നേതാക്കന്മാരും രാജാക്കന്മാരാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഞാൻ പറഞ്ഞു വന്നത് തുല്യത അല്ലെങ്കിൽ ഇക്വാലിറ്റി അല്ല ഫ്രട്ടേണിറ്റി ലിബർട്ടീസ് ഉള്ള വാക്ക് ലോകത്തിൽ ആദ്യ സംഭാവന ഫ്രഞ്ച് റവല്യൂഷനാണ്. പിന്നീട് സോവിയറ്റ് യൂണിയനിലെ സോഷ്യലിസ്റ്റ് സമരമാണ്. അമേരിക്കൻ ഇംഗ്ലീഷ് സ്വാതന്ത്ര്യ സമരങ്ങളിലൂടെയാണ് ഈ പറയുന്ന വാക്ക് ലോകത്തിൽ ആദ്യമായിട്ട് സംഭാവന ചെയ്യുന്നത്. ആ വാക്ക് സംഭാവന ചെയ്യാൻ ഒട്ടേറെ ചോര ഒഴുകിക്കൊണ്ടാണ് ഇക്വാലിറ്റി എന്ന വാക്ക് ലോകത്തിൽ നിലവിൽ വന്നത്. അതുപോലെ തന്നെ മറ്റൊന്നായിരുന്നു മാനവികത അല്ലെങ്കിൽ ഹ്യൂമനിസം എന്ന് പറയുന്നത്. ഹ്യൂമൻ എന്നാണ് നമ്മൾ ഹ്യൂമൻ ആണ് എന്നൊക്കെ പറയുമ്പോഴും യഥാർത്ഥത്തിൽ ഹ്യൂമനിസം നമ്മുടെ എത്രമാത്രമുണ്ട്. മാനവികത, മറ്റുള്ളവരെയും എന്നെ പോലെ കാണാൻ കഴിയുന്ന ചിന്താ പദ്ധതി അത് എത്രമാത്രം നമ്മളിൽ ഉണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുത്തിയത് നവോത്ഥാനമാണ്. അപ്പൊ ഇങ്ങനെ ആധുനിക ജനാധിപത്യ പ്രക്രിയയിലെ വളരെ മനോഹരമായി ഉദാത്തമായി നാം കണക്കാക്കപ്പെടുന്ന ഈ പറയുന്ന മുദ്രാവാക്യങ്ങളൊക്കെയും ജനാധിപത്യവും സെക്യുലറിസവും ഇക്വാളിറ്റിയും ഹ്യൂമനിസവും ഒക്കെ എത്രമാത്രം കേരളത്തിൽ നടപ്പിലാക്കപ്പെട്ടിട്ടുണ്ട് എന്നത് രാഷ്ട്രീയമായും സാമൂഹ്യമായും പരിശോധിച്ചുകൊണ്ട് മാത്രമേ കേരളത്തിൽ നവോത്ഥാനം ഉണ്ടായോ എന്ന് പറയാൻ കഴിയൂ. കേരളത്തിനെ കുറിച്ച് പറയുമ്പോൾ ധാരാളം കഥകൾ നമ്മുടെ മുന്നിലുണ്ട്. നമ്മുടെ ഒട്ടേറെ ഈ വാക്കുകൾ പറഞ്ഞ് പഴകിപ്പോയ പറയാധികം കാര്യങ്ങളുണ്ട്. അതിലൊരു കാര്യമാണ് പരശുരാമൻ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ബുദ്ധിമ പറയുന്നത് കേട്ടു, കേരളത്തിൽ എന്തുകൊണ്ട് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ഏത് കിട്ടി പറഞ്ഞാൽ മിനിറ്റില് അത് സോഷ്യൽ മീഡിയ വരുമല്ലോ. പരശുരാമൻ വഴി പറഞ്ഞതാണ് കേരളം നല്ല ഉണ്ടാക്കി കേരളത്തിലെ കുറിച്ചൊക്കെ പറയുന്നു. ഈ പരശുരാമനൊക്കെ സ്ഥാപിച്ചെടുത്ത് വളരെ ബോധപൂർവം കേരളത്തിലെ ബ്രാഹ്മണാധിപത്യത്തെ സ്ഥാപിച്ചെടുക്കാൻ, ബ്രാഹ്മണാധിപത്യം എന്ന വാക്ക് ശരിയല്ല, കേരളത്തിലെ നമ്പൂരി ആധിപത്യം, ബ്രാഹ്മണൻ കേരളത്തിലില്ല, നമ്പൂരി ബ്രാഹ്മണനുമല്ല. അപ്പൊ അങ്ങനെ കേരളത്തിലെ നമ്പൂരി ആധിപത്യത്തെ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന പരശുരാമന്റെ കഥ കൂടെ പരശുരാമന്റെ ബ്രാഹ്മണന് 21 തവണ ക്ഷത്രിയരെ കൊന്നൊടുക്കി കേരളം ബ്രാഹ്മണർക്ക് എഴുതി കൊടുത്തവർ. അപ്പൊ കേരളത്തിന്റെ ആധാരം ഉണ്ടാക്കിയത് പരശുരാമനാണെന്ന രീതിയിലാണ് നമ്മുടെ മുന്നിലെ കഥകൾ പറയുന്നത്. അത് കേരളത്തെ ജന്മിത്വ കേരളമാക്കി സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി വളരെ ബോധപൂർവം എളിയ 8ാം നൂറ്റാണ്ടോടുകൂടി സ്ഥാപിച്ചെടുത്തുള്ള ഒരു കഥയാണ്. ആ കഥയുടെ പിന്നാമ്പുറം എന്ന് പറയുന്നത് ശങ്കരന്റെ അദ്വൈതമാണ്. ആ അദ്വൈതത്തിലൂടെ ഒക്കെ തന്നെ നമ്മുടെ മുന്നില് ഈ പറയുന്ന മഹാത്മ്യങ്ങൾ വർണ്ണിക്കപ്പെടുകയും പുരാണ കഥകൾ നമ്മുടെ മുന്നില് ധാരാളമായിട്ട് വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യുമ്പോഴും നമുക്കറിയാം കേരളത്തിൽ ഈ പറയുന്ന തുല്യത എന്ന് പറയുന്നത് അടിബന്ധം എന്ന് പറയുന്നത് 19ാം നൂറ്റാണ്ടിലെ അവസാനത്താണ്. അപ്പൊ കേരളത്തിൽ അടിബന്ധം ഉണ്ടായിരുന്നത് സമ്മതിക്കുന്നുള്ള കേരളത്തിലെ പ്രഖ്യാപന ചരിത്രകാരന്മാരായാലും കേരളത്തിൽ അടിമത്തം ഉണ്ടായാലും സമ്മതിക്കുന്നവരല്ല. പക്ഷെ 1954 1957 1996 ഒക്കെ ആയി 3-4 അടിമ നിരോധനമുള്ളവരെ കേരളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അടിമത്തം ഇല്ലായിരുന്നു പിന്നെ അടിമ നിരോധനമുള്ളവരുണ്ടാകേണ്ട കാര്യമില്ല. പക്ഷെ കേരള ചരിത്രത്തിൽ പല ആളുകളും ഇതൊന്നും സമ്മതിക്കാൻ തയ്യാറാകാത്ത ആളുകളാണ്. അത്തരം ഒരു കേരളത്തില് റെനൈസാൻസ് എന്ന് പറയുന്നതല്ല റിഫർമേഷൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പരിഷ്കരണമല്ല പുനർജന്മം. അതായത് റെനൈസാൻസ് എന്ന് പറയുന്നത് എന്ത് ആണ് കേരളത്തിലൊരു റിനൈസാൻസ് ഉണ്ടാകണമായിരുന്നെങ്കിൽ കേരളത്തിൽ ആദ്യം തകർക്കപ്പെടേണ്ടിയിരിക്കുന്നത് കേരളത്തിലെ ജാതി വ്യവസ്ഥയാണ്. ആ ജാതി വ്യവസ്ഥ തകർക്കപ്പെട്ടോ അതിപ്പോൾ അതിനേക്കാൾ ശക്തമായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പൊ കാരണം മനുഷ്യരെ എന്താ പറയുക ഹ്യൂമനിസം, മനുഷ്യരെ കാണാൻ കഴിയാത്ത ഏറ്റവും ഭീകരമായിട്ടുള്ള ഭീതിതമായ മറ്റൊരു രാജ്യത്തുമില്ലാത്ത ഒരു സമ്പ്രദായമാണ് കേരളത്തിലെ അല്ലെ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ. ഈ ജാതി വ്യവസ്ഥയ്ക്കെതിരെ എത്രമാത്രം ഫലപ്രദമായ നിലപാടാണ് കേരളത്തിലെ ഈ പറയുന്ന നവോത്ഥാന നായകന്മാർ എടുത്തിട്ടുള്ള അഥവാ ജാതി നശീകരണം എന്ന പ്രക്രിയയിലേക്ക് നമുക്ക് ഇവിടെ വരെ പോകാൻ കഴിച്ചിട്ടുണ്ട് എന്നുള്ളത് പരിശോധിക്കുമ്പോഴാണ് കേരളത്തിൽ പരിഷ്കരണം നടത്തുന്നു നവോത്ഥാനം നടത്തുന്നു അറിയുന്നത്.
അതുപോലെ അഴിമതികളുടെ പോരാട്ടങ്ങള്, അതുപോലെ മതത്തിന്റെ ആധിപത്യത്തിന് വേണ്ടി എത്രമാത്രം രസമാണ്. കാരണം യൂറോപ്യൻ നവോത്ഥാനം എന്ന് പറയുന്ന മതത്തിനെതിരായ സമരമായിരുന്നു. മതാധിപത്യത്തെ തകർത്തുകൊണ്ട് മനുഷ്യത്വത്തെ സ്ഥാപിക്കുക എന്നതായിരുന്നു യൂറോപ്പിലെ നവോത്ഥാനത്തിന്റെ അന്തര്യാർത്ഥവും പ്രക്രിയാപരമായിട്ടുള്ള അതിന്റെ ഇടപെടലുകളും. അത്തരം ഒരു അവസ്ഥ കേരളത്തില് എന്താണ് നടന്നത് എന്ന് നമുക്ക് ചോദിക്കേണ്ടതുണ്ട്. കേരളത്തില് ഇപ്പൊ നമ്മൾ ചെറിയ വിഷയം എന്താണ് കുംഭമേള. കേരളത്തിലേക്ക് കുംഭമേള വരുന്നത് എങ്ങനെയാണ്? കേരളത്തിലേക്ക് മതാധിപത്യം ഇത്ര രൂക്ഷമായി, അല്ലെങ്കിൽ പൗരോഹിത്യാധിപത്യം ഇത്ര രൂക്ഷമായി നമുക്ക് പറയുന്ന കേരളം എന്താണ്? ബുദ്ധുപാന, ഇടത് കേരളം, പ്രബുദ്ധ കേരളം, വിപ്ലവ കേരളം എന്നൊക്കെ പറഞ്ഞ് കേരളത്തെ കണ്ടമാനം നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്, കണ്ടമാനം നമ്മൾ ലാളിക്കാറുണ്ട്. ആ ലാളിക്കപ്പെടുന്ന കേരളത്തിലാണ് ഇതെന്ത് സംഭവിക്കുന്നത്? ജാതിയുടെ പേരിൽ പരസ്യമായി ക്ഷമിക്കപ്പെടുന്നത്, അടിക്കപ്പെടുന്നത്, കൊല്ലപ്പെടുന്നത് എന്നൊക്കെ പരിശോധിക്കേണ്ടത്. അപ്പൊ ഇതിനെതിരായി ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ജാതി വ്യവസ്ഥയ്ക്കെതിരായി എത്രമാത്രം ഫലപ്രദമായ ഇടപെടലാണ് നമുക്ക് നടത്താൻ കഴിഞ്ഞത്? കേരളത്തിലെ ഐക്യത്തിനെതിരെ നമുക്ക് എത്രമാത്രം ഇടപെടലാണ് നടത്താൻ കഴിഞ്ഞുള്ളത്? അടിമത്തത്തിനും സ്ത്രീ വിരുദ്ധത്തിനെതിരായി ഇത്തരം സാമൂഹ്യ വിരുദ്ധമായ സാമൂഹ്യ വിരുദ്ധ പ്രസ്ഥാനങ്ങൾക്കെതിരെ എത്രമാത്രം നിലപാടുകളാണ് കേരളത്തിൽ നിലവിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളോ സാമൂഹ്യ പ്രസ്ഥാനങ്ങളോ എടുത്തിട്ടുള്ളത്, എടുക്കുന്നത് എന്നുള്ളത് ചോദ്യം ചെയ്തുകൊണ്ട് വേണം നമ്മൾ പ്രശ്നങ്ങളെ സമീപിക്കേണ്ടത്. യുക്തിചിന്താധിഷ്ഠിതമായ ഒരു പ്രസ്ഥാനം എന്ന നിലയില് അഥവാ യുക്തിവാദ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തക എന്ന നിലയില് എന്നെ പോലുള്ളവർക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയുള്ളൂ. കാരണം കേരളത്തില് മാനവീയതയിലേക്ക് പോകുന്ന ഏതൊരു പ്രക്രിയയിലാണ് കേരളം ബന്ധപ്പെട്ടതെന്നും അങ്ങനെ എന്തൊരു മാനവികത സങ്കല്പമാണ് കേരളത്തിൽ സ്ഥാപിക്കപ്പെട്ടുള്ളത് എന്ന് വളരെ കൃത്യമായ ചോദ്യമുണ്ട്. എന്നതിന്റെ അർത്ഥം കേരളത്തിൽ പരിഷ്കരണം നടന്നിട്ടില്ല എന്നല്ല. കേരളത്തിൽ വൈകുണ്ഠ സ്വാമികളുള്ള ആളുകൾ, ആറാട്ടുള്ള വേലാത പണിക്കര്, തപസ്യ കോവലര്, നാരായണ ഗുരുവേർ, ശിവയോഗിയെ, വാഗ്ബടാനന്ദന് തുടങ്ങിയിട്ടുള്ള അനേകം ആളുകളും അനേക സമര രൂപങ്ങളും കേരളത്തിൽ പരിഷ്കരണ രംഗത്ത് നടന്നിട്ടുണ്ട്. ഈ പരിഷ്കരണ രംഗത്ത് ഇടപെടാത്ത ആളുകളെ കുറിച്ച് പലപ്പോഴും പല ആളുകളെയും നമ്മൾ കേട്ടിട്ടില്ല. കാരണം ചരിത്രകാരന്മാർ പലരും അങ്ങനെ ചെയ്യാറില്ല. ആകെ കൂടി അവർ പറയുന്ന ഒരു നാരായണഗുരുവിനെ കുറിച്ച് മാത്രമാണ്. അങ്ങനെ നാരായണഗുരു മാത്രം ഉണ്ടാക്കിയതൊന്നുമല്ല കേരളത്തിന്റെ സാമൂഹിക പരിഷ്കരണം ഉണ്ടാകാൻ. മറിച്ച് നാരായണഗുരു മുമ്പ് ജീവിച്ചിരുന്നവരും നാരായണഗുരുവിനേക്കാളും ഗംഭീരമായ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളവരുമായ ധാരാളം ആളുകളെ തമസ്കരിച്ചുകൊണ്ടാണ്. ഉദാഹരണം വൈകുണ്ഠസ്വാമി. വൈകുണ്ഠസ്വാമി എന്ന് പറയുന്ന സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചാണ്. ജാതിക്കും മതത്തിനും എതിരെ നിന്നുകൊണ്ട്, ദൈവങ്ങൾക്കെതിരെ നിന്നുകൊണ്ട്, നളന്താങ്കികൾ പോലുള്ള പ്രസ്ഥാനങ്ങൾ രൂപീകരിച്ചുകൊണ്ട് മനുഷ്യത്വത്തെ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി അത്യുജ്വലമായ പോരാട്ടം നടത്തിയ, അതിൽ ചോര പൊടിഞ്ഞ പോരാട്ടങ്ങൾ നടത്തിയ ഒരാളാണ് വൈകുണ്ഠസ്വാമി. ആ വൈകുണ്ഠസ്വാമി തെക്കൻ തിരുവിതാംകൂർ ഉണ്ടാക്കിയ കന്യാകുമാരിയിൽ തുടങ്ങി വെച്ച സമരങ്ങളെ ഏറ്റെടുത്തത് ആറാംകുള വേല പഠിക്കുന്നതിനുള്ള സായുധ പങ്കാളികളാണ്. അത്തരം സമരങ്ങള് ഈ തെക്കൻ തിരുവിതാംകൂർ മാത്രമല്ല, കേരളത്തിൽ വടക്കേ അച്ഛൻ മലബാറിലൊക്കെ ഉജ്ജ്വലമായിട്ടുള്ള സമരങ്ങൾ നടന്നിട്ടുണ്ട്. അത് കൽപ്പാത്തി ബ്രാഹ്മണ ലഹള പോലെ, അല്ലെങ്കിൽ തേങ്കുറിശി സമരം പോലെ, കുട്ടക്കുള സമരം പോലെയുള്ള എത്രയോ സമരങ്ങളിലൂടെ എത്രയോ മനുഷ്യർ അവരുടെ ചോര വിളിച്ചുകൊണ്ടാണ് കേരളത്തിൽ ഇത്തരം സമരങ്ങളിലേക്ക് ഇടപെട്ടത് എന്ന് നമ്മൾ പരിശോധിക്കുന്നു. പക്ഷെ അത്തരം സമരങ്ങൾ പലതും നമ്മുടെ ചരിത്രത്തില് ഇല്ലാതെ പോയി. ചരിത്രത്തില്ലാതെ വളരെ പ്രഖ്യാപിതമായിട്ട് കേരളത്തിലെ ചരിത്ര ഗ്രന്ഥങ്ങളിലൊന്നും ഇത് പരാമർശിക്കുന്നില്ല എന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ കേരളത്തിലെ അടിമകളുടെ പ്രതിരോധം, അതിരൂക്ഷമായിട്ടുള്ള അടിമവിരുദ്ധ പോരാട്ടങ്ങള് അയ്യൻകാളി, മണ്ണിൽക്കറുപ്പിന്, പുലികേലി യോഹന്നാനും, കവാനിക്കുളം കണ്ടേക്കുമാരും, കൃഷ്ണാദി ആശാനും, കെ വി വള്ളൂരും, കുറുമ്പൻ ദൈവത്താനും, പാമ്പാടി ജോൺ ജോസഫും, ഈ പല പേരുകൾ നിങ്ങളൊന്നും കേട്ടിട്ടുണ്ടാവില്ല. കാരണം എന്താ അറിയാവോ? അടിമകളുടെ ചരിത്രം രേഖപ്പെടുത്താൻ കേരളത്തിലെ ചരിത്രകാരന്മാർ തയ്യാറായിരുന്നില്ല. അങ്ങനെ ഒരു അടിമത്തം കേരളത്തിൽ ഇല്ലായിരുന്നു നിങ്ങളോടെ ബാധിക്കാണ് ചെയ്തത്. അതുകൊണ്ട് കുറുമ്പൻ ദൈവത്താൻ വൈക്കക്ഷേത്രത്തിലെ വൈക്കം സമരം നടക്കുന്നതിന് 6 വർഷം മുമ്പ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെ 3000-ലേറെ ദരിദ്രരുമായി കടന്നു കയറിയ ആളാണ് കുറുമ്പൻ ദൈവത്താൻ. അപ്പം വൈക്കക്ഷേത്ര സമരത്തിന് മുമ്പേ തന്നെ ഗംഭീരമായ പോരാട്ടങ്ങൾ കേരളത്തിൽ നടന്നിരുന്നു. പക്ഷേ അതിനെ നമ്മൾ അടയാളപ്പെടുത്താൻ പോയി. അതുപോലെ തന്നെ കെ പി വള്ളം എന്ന് പറയുന്ന മലമ്പുകാട്ടിലെ വള്ളം യുക്തിവാദിയായിരുന്ന വള്ളത്തിന്റെ ചരിത്രങ്ങളാക്കും കേട്ടോ. അങ്ങനെ ധാരാളം കേൾക്കപ്പെടാതെ പോയിട്ടുള്ള ധാരാളം ആളുകൾ നമ്മുടെ കൃഷ്ണാദി ആശാന് കൊച്ചി തിരുവിതാംകൂറിലെ കൊച്ചിയിലെ മുനേറുടെ പ്രസ്ഥാനത്തിലൂടെ കവടൻ കരമൊപ്പം നിന്നുകൊണ്ട് സമരം ചെയ്തിട്ടുള്ള ആളുകൾ. ആദ്യമായി കേരളത്തിലെ തെരുവിലൂടെ, എറണാകുളം തെരുവിലൂടെ മുനേറുടെ ജാഥ നടത്തിയുള്ള കൃഷ്ണാദി ആശാൻ. അപ്പൊ അങ്ങനെയുള്ള സമരങ്ങളൊക്കെ കേരളത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ ആ സമരങ്ങളൊക്കെ തമസ്കരിക്കുക എന്നതായിരുന്നു നമ്മുടെ ചരിത്രകാരന്മാരുടെ മുഖ്യമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ. പിന്നീട് കേരളത്തിലുണ്ടാകുന്ന ഒരു ജനാധിപത്യ വികാസമുണ്ട്. ആ ജനാധിപത്യ വികാസത്തിന് ജി പി പിള്ളയെ പോലുള്ള, ജി പി പിള്ളയാണ് നമുക്കറിയാം, മലയാളികളെ പോലുള്ള ഉദ്ഘാടകന്, അതുപോലെ ഹീറോ പോലുള്ള സ്ഥാപകനായിട്ടുള്ള ഡോക്ടർ മൽബുവൻ, ചങ്ങനാശ്ശേരി പരമേശ്വരപിള്ള എന്ന് പറയുന്ന മഹാനായ ഒരു നേതാവ്. പക്ഷെ ചങ്ങനാശ്ശേരിയെ കുറിച്ചൊന്നും ഒരു പുസ്തകങ്ങളും ആരും പറയുന്നില്ല. ചങ്ങനാശ്ശേരി പരമേശ്വരപിള്ള പ്രസിദ്ധനായൊരു യുക്തിവാദിയായിരുന്നു മാത്രമല്ല, ആ കാലഘട്ടത്തിലെ എല്ലാ സമരവും, വൈക്കം സമരത്തിലെ
നായർ റെഗുലേഷൻ ആക്ടിന് വേണ്ടി വണ്ടിക്കാരുടെ കയ്യും കാലിലൂടെയും ഒക്കെ കൂടെ നിന്നുകൊണ്ട് സമരം ചെയ്തിട്ടുള്ള ഒരു തീക്ഷ്ണനായ യുക്തിവാദിയായിരുന്നു ചങ്ങനാശ്ശേരി പ്രവേശിച്ചിട്ടുള്ള കെ കേളപ്പന്റെ മന്നത്ത് പറഞ്ഞ ടി കെ മാധവന്റെ സി കെ എസ് ഡോക്ടർ വേലുക്കുട്ടി അറിയാൻ വേലുക്കുട്ടി അറിയാം. കേരളത്തിലെ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ തീരദേശങ്ങളിലൂടെ നടന്നുപോയി തീരത്തെ മുഴുവൻ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിശോധിച്ചുകൊണ്ട് അദ്ദേഹം ഒരു മെമ്മോറിയൽ എഴുതി, തൊഴിലാളി മെമ്മോറിയൽ. തൊഴിലാളി നമ്മൾ ഈഴവ മെമ്മോറിയലിലേക്ക് വാഹനങ്ങൾ കൂട്ടുന്ന സമയത്ത് തീരദേശത്തെ ജനതയുടെ തൊഴിലാളികളുടെ അവകാശ പ്രഖ്യാപനം നടത്തുന്നത് മാത്രമല്ല, ഈ പറയുന്ന സമുദായങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ നിരവധി പത്രങ്ങൾ നടത്തിയ ഡോക്ടർ വേലുക്കുട്ടി അറിയാൻ 3 അതായത് അലോപ്പതിയിലും ഹോമിയോപ്പതിയിലും ആയുർവേദത്തിലും ബിരുദമുണ്ടായിരുന്നു ഡോക്ടറുകൾ. അദ്ദേഹത്തെ കുറിച്ച് എത്ര പേര് കേട്ടിട്ടുണ്ട്. അതാണ് നമ്മുടെ ചരിത്രകാരന്മാരുടെ ഒരു മിടുക്കെന്ന് പറയുന്നത്. അവർക്ക് ഇഷ്ടമല്ലാത്തവരെല്ലാം മാറ്റി നിർത്തുക, അവർക്ക് ഇഷ്ടമുള്ളവരെ മാത്രം വാഴ്ത്തി പാടുക എന്ന് പറയുന്ന രീതി. ആ വേലുക്കുട്ടി അറിയാനെ മുഴുക്കുന്നത് ബ്രഹ്മദത്തൻ നമ്പൂതിരി മലബാറികളെ മാത്രമല്ല കേരളത്തിലെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഈ മോഴിക്കുന്നത്തെ ബ്രഹ്മദത്തിന്. അതുപോലെ ധാരാളം സമരങ്ങൾ, വൈക്കം ഗുരുവായൂർ ശുചീന്ദ്ര ബാലിയ സമരങ്ങള്, അങ്ങനെ എണ്ണമറ്റ സമരങ്ങളുടെ ചരിത്രങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ കേരളത്തിൽ വളരെ കൃത്യമായി ഈ പറയുന്ന ഒരു പരിഷ്കരണ രംഗത്ത് ഒരു ജനാധിപത്യ പ്രക്രിയയില് ഐക്യത്തിനും അടിമത്തിനെതിരായുള്ള പോരാട്ടങ്ങളില് അതിശക്തമായ ഇടപെടലുകൾ ഉണ്ടായിരുന്നത് മാത്രമല്ല, ഇത് താഴേക്കിടയിൽ മാത്രമായിരുന്നില്ല. നമ്മളത് ഉന്നതരെന്ന് കണക്കാക്കുന്ന നമ്പൂതിരി സമുദായത്തിനുള്ളില് ആ നമ്പൂതിരിയെ മനുഷ്യരാക്കുക എന്ന, ഇന്നിപ്പോ ആളുകളെല്ലാം മനുഷ്യരെല്ലാം നമ്പൂതിരിയാണ്. ശ്രീകണ്ഠ വെള്ളാപ്പള്ളി അടക്കമുള്ള ആളുകളെല്ലാം നമ്പൂതിരിമാരായി കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ ഈഴവരും വിശ്രമയും ഒക്കെ പേരും നമ്പൂതിരിയേക്കാളും വലിയ പൊഴുതുധാരികളായി, സംഘപരിവാറിന്റെ പതാക വാഹകന്മാരായി, ഹിന്ദു ഏകതയുടെ വക്താക്കളായി, കുംഭമേളയുടെ വക്താക്കളായി നമ്മുടെ മുന്നിൽ പ്രതിക്കുന്നത് കേരളത്തിലെ പിന്നാക്കരാണ്. ആ പിന്നാക്കർക്ക് വാല് കുളച്ചു. അവരൊക്കെ നമ്പൂതിരിമാരായിട്ടാണ് വിചാരിക്കുന്നത്. പക്ഷെ നമ്പൂതിരിമാരെന്ന് പറയുന്നത് കേരള സമൂഹത്തിലെ ഏറ്റവും പ്രാകൃതമായ ഒരു ജനതയായി. മറ്റെല്ലാ സമൂഹങ്ങളും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രം 1930 ശേഷം മാത്രം അക്ഷരം പഠിക്കാൻ തുടങ്ങിയ ഒരു മാർഗമാണ് നമ്പൂതിരിമാർ. പക്ഷെ ഇതൊന്നും ആരും പറയുന്നില്ല. നമ്പൂതിരിമാരെ മഹത്തായ പാരമ്പര്യത്തിന് പാരമ്പര്യത്തിന് വക്താക്കളാണ്. ചുമ്മാ പഞ്ച നുണയാണ്. വീട്ടി മണ്ഡലത്തിൽ പാടുന്ന സമരനായകൻ 1931 അക്ഷരം പഠിക്കാൻ തുടങ്ങിയത്. അദ്ദേഹത്തിന് 18 വയസ്സുള്ളത്. അതുവരെ ഈ ശ്ലോകം ചൊല്ലിപ്പടിച്ചു, ബോധിക്കത്തെ ഈടെ പോയി അക്ഷരം ചൊല്ലിപ്പടിച്ചു എന്നതുകൊണ്ടൊന്നും ആർക്കും വിജ്ഞാനം ഉണ്ടാകുന്നതിന്. പക്ഷെ നമ്മൾ വിജ്ഞാനം എന്ന് പറയുന്നത് വേദജ്ഞാനത്തെയാണ്, അല്ലെ ഉപദേശജ്ഞാനത്തെ, പുരാണത്തിന്റെ കഥ പറയുന്നവനെല്ലാം നമ്മൾ പറയുന്നത് പണ്ഡിതന്റെ ഇതാണ്. അപ്പം വീറ്റുപണ്ഡിതന്മാരും ആര്യമാണ്. അതുപോലെ തന്നെ എം.ആർ.വിയും എം.ഇ.കെയും ഇതിനേക്കാളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കഥാപാത്രമായിരുന്നു ആര്യവള്ളം എന്ന് പറയുന്ന ആ സ്ത്രീയെ. അവര് വന്നുള്ള സമരങ്ങൾ, നമ്പൂതിരി സമുദായത്തില് ആദ്യം വസ്ത്രം ധരിക്കുന്നത്, ആദ്യം ബ്ലൗസ് ധരിക്കുന്നത് ആര്യവള്ളവും പാർവതിയും നെന്മിരിമംഗലുമാണ് 30 ശേഷം. നമ്മളോട് പറയുന്ന നമ്പൂരിമാരായ പാരമ്പര്യം 1930 എന്ന് പറഞ്ഞാൽ 100 വർഷം പോലും ആയില്ല നമ്പൂരി പെണ്ണുങ്ങൾ തുണി കൊടുക്കാൻ തുടങ്ങിയിട്ട്. അതായിരുന്നു നമ്പൂതിരിമാരുടെ സമുദായത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. ആ അവസ്ഥകളൊക്കെ അവഗണിച്ചുകൊണ്ടല്ലേ അതിനെതിരെ സമരം ചെയ്ത് നമ്പൂതിരിയെ മനുഷ്യനാക്കാൻ വേണ്ടിയുള്ള വളരെ വലിയ സമരങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. അതുപോലെ ഇസ്ലാമിക രംഗത്തും ഇസ്ലാമിക രംഗത്തും ഒക്കെ എല്ലാ വിഭാഗങ്ങൾക്കിടയിലും തരത്തിലുള്ള സമരങ്ങളും അതുപോലെ തന്നെ ചിന്താ പദ്ധതികളും മുളച്ചു വരികയും ചെയ്തു. ഇതൊക്കെ കേരളത്തിലെ നവോത്ഥാന സമര പാരമ്പര്യത്തെ നവോത്ഥാനത്തിലേക്കല്ല ഒരു പരിഷ്കരണ രംഗത്തേക്ക് നയിച്ചു എന്നുള്ളത് ശരിയാണെങ്കിലും കേരളത്തില് ഞാൻ മുമ്പേ പറഞ്ഞ നവോത്ഥാനത്തിന്റെ പ്രാഥമിക രൂപമായിട്ടുള്ള ജ്ഞാനോദയ മണ്ഡലം കേരളത്തിൽ തുറക്കപ്പെടാൻ തുടങ്ങി. അതും മുമ്പേ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ ചരിത്രകാരന്മാരോ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ അല്ലെ സാമൂഹ്യ പ്രസ്ഥാനങ്ങളോ അന്നും ഇന്നും മറച്ചു വെക്കാൻ തുടങ്ങിയ ഒരു കാര്യം കേരളത്തിലെ ജ്ഞാനോദയത്തെ കുറിച്ചാണ്. കാര്യം അടുത്ത കാലത്ത് എഴുതിയ ഒരു പുസ്തകത്തിനെ കുറിച്ചുള്ള പഠനത്തിനിടയിലാണ് ഞാൻ ഈ കുറേയധികം കൃതികൾ വായിക്കുന്നത്. ആ കൃതികൾ വായിച്ചപ്പോഴും കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനത്തിന്റെ ചരിത്രം, ശരിയായ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളത്തെ അത്ര ഒരു എൻലൈറ്റ്മെന്റിലേക്ക്, ജ്ഞാനോദയത്തിലേക്ക് കൊണ്ടുപോയത് കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനമാണ്. അതുപോലെ ധാരാളമായി എഴുത്തുകാരും ആഗ്രഹിച്ചിട്ടുള്ളതായി. അതില് കേരളത്തിൽ ആദ്യം നടന്ന സംഭവമൊക്കെ 1927 മിശ്രഭോജനമാണ്. ആ മിശ്രഭോജനത്തെയൊക്കെ പണ്ഡിഭോജനം വീരത്തിൽ കളിയാക്കുന്നവരാണെന്ന് നമ്മുടെ ഇടയിലുണ്ട്. കേരള ചരിത്രത്തിൽ ആദ്യമായി മനുഷ്യൻ ഒന്നിച്ചിരുന്ന് ആഹാരം കഴിച്ചാൽ ആകാശം ഇടിഞ്ഞു വീഴില്ലെന്ന് പ്രഖ്യാപിച്ച സഹോദരനയ്യപ്പനാണ്. ആ സഹോദരനയ്യപ്പൻ പറഞ്ഞ വളരെ വിശുദ്ധമായ വാക്കുകളുടെ എല്ലാ മനുഷ്യന്റെയും ചോരയ്ക്കും നീരിനും കട്ടനീരിനും ഒരേ നിറമാണ് എന്ന് പറഞ്ഞത്. ഇതൊക്കെ ഈ തുല്യതയുടെ സിദ്ധാന്തം കേരളത്തിൽ ആദ്യം അവതരിപ്പിക്കുന്നത് സഹോദരനയ്യപ്പനെ പോലുള്ള യുക്തിവാദികളാണ്. ലെനിനെ കുറിച്ച് ആദ്യം എഴുതുന്നത് സഹോദരനയ്യപ്പനാണ്. സഖാവെന്ന് വാക്കാദ്യമായി കൊണ്ടിരുന്നത് സഹോദരനയ്യപ്പനാണ്. അങ്ങനെ സഹോദരനയ്യപ്പന്റെ മുദ്രാവാക്യമായിരുന്നു, ഞാന് അടിമയാക്കാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് ഞാൻ ഗുണനയുമാകാൻ ആഗ്രഹിക്കുന്നില്ല. എന്ന് മാത്രമല്ല, മലയാളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി
സയൻസ് ദശകം പോലെ ഒരു കൃതി എഴുതുക എന്ന് പറഞ്ഞാൽ യുക്തിവാദി മാസികയുടെ ആദ്യ രംഗത്തെ പ്രസിദ്ധീകരിച്ചാണ് സയൻസ് ദശകം. ശാസ്ത്രമാണ് ലോകത്തെ മാറ്റി തീർക്കാൻ പര്യാപ്തമായ എന്ന് നാരായണഗുരുവിന്റെ ദൈവദർശനത്തിനെതിരായി സയൻസ് ദർശനം എഴുതിക്കൊണ്ട് കേരളത്തിലെ ജ്ഞാനോദയത്തിന് തുടക്കം കുറിച്ച സഹോദരനാണ്. സഹോദരൻ മാത്രമായിരുന്നില്ല, അദ്ദേഹത്തിന്റെ കൂടെ മിതവാദി കൃഷ്ണൻ ഉണ്ടായിരുന്നു, സി കേശവൻ ഉണ്ടായിരുന്നു, സി വി കുഞ്ഞിരാമൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ രാമവർമ്മ തപാൻ ഉണ്ടായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് പോരാളക്കുള്ള ധാരാളം ആളുകള് അവരൊക്കെ ഉയർത്തിക്കൊണ്ടുവന്ന അത്യുജ്വലമായ ചിന്താ പദ്ധതി മനുഷ്യനെ കേന്ദ്രീകരിച്ചായിരുന്നു. അതുവരെ നമ്മൾ ജാതിയെ കേന്ദ്രീകരിച്ചായിരുന്നു ഓരോ പ്രവർത്തനം നടത്തുന്നെങ്കിൽ, ജാതി വിമോചനം അങ്ങനെ ആഗ്രഹിച്ചിരുന്നെങ്കിൽ മനുഷ്യൻ എന്ന കോൺസെപ്റ്റില് നിന്നുകൊണ്ട് മനുഷ്യമോചനത്തെ കുറിച്ച്, മനുഷ്യന്റെ തുല്യതയെ കുറിച്ച്, മനുഷ്യ സാഹോദര്യത്തെ കുറിച്ച് പ്രസംഗിച്ച ആളാണ് മിതവാദി കൃഷ്ണൻ. അതുകൊണ്ട് എന്തെന്നറിയാവോ, അവരോട് ഹിന്ദു മതത്തിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. അവർക്ക് ഹിന്ദു മതത്തിൽ നിന്നും ബുദ്ധമതത്തിലേക്ക് പോയവരാണ്. ധർമ്മത്തെ കുറിച്ച്, ബുദ്ധന്റെ ധർമ്മത്തെ കുറിച്ച് പറയുക മാത്രമല്ല, കോഴിക്കോടുള്ള പാരൽ സ്ക്വയർ പോലുള്ള സ്ഥാപനങ്ങളിൽ വളരെ ഗംഭീരമായ സമരങ്ങൾ നടത്തിക്കൊണ്ട് പാരൽ സ്ക്വയറിലെ ബുദ്ധമത സമ്മേളനം വിളിച്ചു കൂട്ടിയ മിതവാദി കൃഷ്ണനെ പോലുള്ള ആളുകൾക്ക് ഇടയിരുത്തത്തിൽ വേണ്ടപ്പെട്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയി എന്നുള്ളതാണ്. പിന്നീട് യുക്തിവാദ പ്രസ്ഥാനം ഉണ്ടാകുന്നു, യുക്തിവാദി മാസിക ഉണ്ടാകുന്നു, മിശ്ര വിവാഹ പ്രസ്ഥാനം ഉണ്ടാകുന്നു. ഈ പ്രസ്ഥാനങ്ങളൊക്കെ കേരളത്തിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഹ്യൂമനിസം എന്ന് പറയുന്നത് എന്താണ്, മാനവികത എന്ന് പറയുന്നത് ജാതി മതത്തിനും അതീതമായ മനുഷ്യന്റെ തുല്യതയാണ് എന്നുള്ള കാഴ്ചപ്പാടിനെ കൃത്യമായി അവതരിപ്പിക്കാൻ കഴിഞ്ഞത് യുക്തിവാദി പ്രസ്ഥാനത്തിനും യുക്തിചിന്തയ്ക്കും മിശ്രഭോജനത്തിനും മിശ്രവാദ പ്രസ്ഥാനത്തിനുമൊക്കെയാണ്. എന്നാൽ അതേസമയം തന്നെ കേരളത്തിലെ 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിന്റെ 20ാം നൂറ്റാണ്ടിന്റെ ആദ്യമായി ധാരാളമായ ചിന്താ പദ്ധതികളെ കവിതകളിലൂടെ വന്നിരുന്നു. അതിൽ വളരെ പ്രസിദ്ധമായ കുറെ കവികളുണ്ടായിരുന്നു. പള്ളത്തുരാമൻ എന്ന് പറയുന്ന ഒരു കവിയെ, പട്ടി കറുപ്പൻ എന്ന് പറയുന്ന കവിയെ, സരസകവി മൂലം പത്മനാഭ പണിക്കര്, സഹോദരൻ അയ്യപ്പന് തുടങ്ങിയിട്ടുള്ള ആളുകൾ. അത്തരം ആളുകൾ ഉയർത്തിക്കൊണ്ടുവന്ന കലാപാരമ്പര്യം അതൊക്കെ നമുക്കൊരു പ്രഭാഷണത്തിൽ പറയാൻ കഴിയുന്നുള്ളൂ. ഓരോരുത്തർക്കും വേണ്ടി ഓരോ പ്രഭാഷണം നടത്തേണ്ടതുണ്ട്. അത്രമാത്രം മാനവികതയെ കുറിച്ച്, ജാതിക്കെതിരായിട്ടുള്ള അത്യുജ്വലമായ സമരങ്ങൾ മാത്രമല്ല, അത്യുജ്വലമായ കൃതികളിലേക്ക് ഇവരായിരുന്നു അവരൊക്കെ. അതുപോലെ മലബാറിലുണ്ടായ ജാതി ദൈത്യാരി എന്ന കൃതി, അതുപോലെ കേരളത്തിലുണ്ടായ ചെങ്ങന്നൂരാരി എന്ന് പറയുന്ന തെക്കൻ പാട്ട്, ഇതൊക്കെ കേരളത്തിൽ ജാതിക്കെതിരായി ഉജ്ജ്വലമായി വന്ന സമര കൃതികളാണ്. ഈ സമരകൃതികൾ പോലെ ധാരാളം കൃതികളും ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ കുയിക്കലപ്പച്ചന്റെ പാട്ടായാലും പണ്ഡിറ്റ് കറുപ്പന്റെ കവിതകളായാലും ഒക്കെ തന്നെ ഈ വിധത്തിലുള്ള ജ്ഞാനോദയത്തിന്റെ അല്ലെ മാനവീയതയെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളായിരുന്നു. എന്തിന് ചത്തുമേനിട്ട് ഇന്ത്യയിലേക്ക് എന്ന നോവല്, ആ നോവലിന്റെ 18ാം അധ്യായം യുക്തിവാദത്തെ കുറിച്ച്, നാസ്തികതയെ കുറിച്ചുള്ള വളരെ സുദീർഘമായ ഒരു ചർച്ചയാണ്. നിങ്ങൾ ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത നമ്മൾ ശാസ്ത്രാത്മത്തെ കുറിച്ച് തൊട്ട് അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാരായിട്ടുള്ള നിരവധി ആളുകളുടെ തത്വചിന്തയും വളരെ വിശദമായി ചർച്ച ചെയ്യുന്ന ഒന്നാണ് ചിന്തരേഖയിലെ 18ാം അധ്യായം. അത് കാലത്ത് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞപ്പോൾ പുതിയ പതിപ്പുകൾ വന്നപ്പോൾ ആ 18ാം അധ്യായം എടുത്തു കളഞ്ഞിട്ടാണ് ബോർഡിലെ പോലെ ആളുകൾ ആ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. അത് അത്രയ്ക്കും സഹിക്കപ്പെടാത്ത ഒരു കാര്യമാണ്. യുക്തിചിന്തയെ കുറിച്ച് ലോകത്തിൽ പറഞ്ഞു കൊടുക്കുക, യുക്തിചിന്തയെ കുറിച്ച് കേരളത്തിൽ പറഞ്ഞാൽ അത് അപകടകരമാകുന്നതുകൊണ്ട് ആ നോവലിലെ അധ്യായം വെട്ടിക്കളയുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് എത്രമാത്രം അസഹിഷ്ണുക്കളായിരുന്നു അവരെന്ന് പരിശോധിക്കേണ്ടത്. ഇതിന് കുഞ്ഞമ്പൂക്കിന്റെ സരസ്വതി വിജയം എന്ന് പറയുന്ന നോവല്, ആ നോവലിനെ കുറിച്ച് നമ്മൾ എത്ര പേരും കേട്ടിട്ടുണ്ട്. ആ സരസ്വതി വിജയത്തിന്റെ എന്നാണ് എനിക്ക് തോന്നുന്നു 100ാം വർഷത്തിലേക്ക് വരികയാണ്. അതൊന്നും കേരളത്തിൽ ആവശ്യത്തിലുള്ള ചർച്ചയിൽ അത് ജാതിക്കെതിരായിട്ടുള്ള അതിശക്തമായ ഒരു ഇടപെടലാണ്. ജാതിയുടെ പേരിൽ ഒരു നമ്പൂതിരി ഒരാളെ കൊല്ലുന്നതും ആ കൊല്ലുന്നയാളുമായി ബന്ധപ്പെട്ട് കേസുകൾ ഉണ്ടാകുന്നതും ആ കേസിൽ അവസാനം ഇവനെ കൊല്ലാൻ വിധിക്കുന്നതും അങ്ങനെയുള്ള സംഭവങ്ങളാണ്. നമ്മുടെ പണ്ഡിറ്റ് കറുപ്പന്റെ ഉദ്യാനവിരുദ്ധ എന്ന നാടകം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഈ പറയുന്ന കുഞ്ഞമ്പുവിന്റെ സരസ്വതി വിജയം. അതുപോലെ ഈ മാധവന്റെ സ്വതന്ത്ര സമുദായം, നമ്മുടെ നാട്ടുകാരനായ ഈ മാധവൻ, ആ കൃതിയൊക്കെ നിരോധിക്കപ്പെട്ടതാണ്. എന്തുകൊണ്ട്? ഈഴവർ ഹിന്ദുക്കളെല്ലാം പ്രഖ്യാപിച്ചുകൊണ്ട് ഹിന്ദു മതത്തിന്റെ വളരെ വളരെ ശക്തമായി അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു ഈ മാധവൻ സ്വതന്ത്ര സമുദായം ഇന്ത്യ എഴുതുന്നത്. ആ കൃതിക്കായിരുന്നു 92 വർഷം പഴക്കമുണ്ട്. ആ കൃതികളിലൊക്കെ മുന്നോട്ട് വെച്ചത് ഈ ജ്ഞാനോദയം. ഇത് കൂടാതെ മറ്റു 2-3 പേരുണ്ടായിരുന്നു. ഒന്ന് കേസരി ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന മഹാനായ ഒരാള്. കേസരി ബാലകൃഷ്ണപിള്ള, കേസരി എന്ന പത്രം നടത്തിയാണ് കേസരി ബാലകൃഷ്ണപിള്ള എന്നറിയപ്പെട്ടത്. കേരളത്തിലെ ഏറ്റവും പുതിയ ചരിത്രാന്വേഷണം നടത്തുകയും തത്വചിന്താ രംഗത്ത് വളരെ ഗംഭീരമായി മാറുകയും ഒരുപക്ഷെ കേരളത്തിന്റെ സോക്രട്ടീസ് എന്നറിയപ്പെട്ട ആളായിരുന്നു കേസരി ബാലകൃഷ്ണപിള്ള. അദ്ദേഹത്തിന്റെ കൃതികള് എത്രയോ കൃതികൾ മാത്രമല്ല ജീവിതം തന്നെ പഠിക്കേണ്ടതാണ്. ജീവിതം പൂർണ്ണമായും സമൂഹത്തിന് വേണ്ടി സമർപ്പിച്ച് പട്ടിണി കിടന്നുകൊണ്ട് കൃതികൾ എത്തിയ ഒരു മഹാൻ അഡ്വക്കേറ്റ് ആയിരുന്നിട്ട് പോലും തൊഴിലിന് പോകാതെ ഒരു നല്ലൊരു സമൂഹത്തിന് വേണ്ടി നിലനിർത്തിയ ആളായിരുന്നു കേസരി ബാലകൃഷ്ണപിള്ള. മറ്റത് കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയാണ്. ഇവരൊക്കെ ഏതാണ്ട് അടുത്തടുത്ത കാലം ജീവിതത്തിൽ വളരെ ശ്രദ്ധകളായിരുന്നു. കുറ്റിപ്പുഴയുടെ വിചാരകൂടെ മാത്രമല്ല അദ്ദേഹത്തിന്റെ 100 കണക്കിന് പ്രബന്ധങ്ങള് അത് നാസ്തികതയെ കുറിച്ച്, യുക്തിവാദത്തെ കുറിച്ച്, പാശ്ചാത്യ
തത്വചിന്തയെ കുറിച്ചൊക്കെ അദ്ദേഹം അന്വേഷിക്കുന്ന മണ്ട പ്രവർത്തനങ്ങളും ഒക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതുപോലെ മറ്റൊരാളായിരുന്നു കെ ദാമോദരൻ. കെ ദാമോദരൻ അധികാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളായിട്ട് നടന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപിക്കപ്പെടുന്ന പിണറായി മീറ്റിംഗ് മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയിച്ച അവസാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അദ്ദേഹത്തെ കൺവേറ്റർ പോലെ മൊത്തത്തിൽ കളയുകയും ചെയ്തെങ്കിലും അദ്ദേഹം കേരളത്തിന്റെ എഴുത്ത് രംഗത്ത്, ചരിത്ര രംഗത്ത്, ശാസ്ത്ര രംഗത്ത് അദ്ദേഹം മനുഷ്യനെന്ന കൃതി വളരെ വിശ്വപ്രസിദ്ധമായ കൃതി അദ്ദേഹത്തിനാണ്. മനുഷ്യനെന്ന കൃതി കേരള ചരിത്രം പോലെ എത്രയെത്ര കൃതികൾ, ഈ കൃതികളിലെല്ലാം കൂടി അദ്ദേഹം ഉയർത്തിവിട്ടത് വളരെ കൃത്യമായി പറയുന്ന മാനവികതയെ കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ടാകും. പിന്നെ അവിടെ വയനാട് ചങ്ങമ്പുഴ, ഞാൻ അടുത്ത തലമുറയിലല്ല പറയുന്നത്, അത്തരം വളരെ കൃത്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് കേരളത്തിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു തത്വചിന്താ രംഗത്ത് അല്ലെങ്കിൽ ജ്ഞാനോദയ രംഗത്ത് അത്ര വലിയൊരു മുന്നേറ്റം നടത്താനായിട്ട് കേരളത്തിലെ യുക്തിവാദ യുക്തിചിന്താ പ്രസ്ഥാനത്തിന് കഴിഞ്ഞിരുന്നുവെങ്കിലും അതിനെക്കുറിച്ചൊന്നും വേണ്ടത്ര പഠിക്കുവാനോ ചർച്ച ചെയ്യാൻ നമ്മൾ തയ്യാറായില്ല, ഇപ്പോഴും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ കേരളത്തിലെ ഞാൻ ഇനി അടുത്തൊരു വിഷയം, മറ്റൊരു വിഷയത്തിനെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. കേരളത്തില് 1950-കളോടെ നവോത്ഥാനം ഉണ്ടായിരുന്നു. ഒരു ജാതി ഒരു മതത്തെ കുറിച്ചിട്ടുള്ള വ്യാപകമായിട്ടുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കും. പക്ഷെ ഈ 47 ശേഷം കേരളത്തിൽ നിർവാഹങ്ങൾ നടക്കുന്ന എന്താണ്? സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളം രൂപീകരിക്കപ്പെടുന്നതിന് മുമ്പ് വരെ കേരളത്തിൽ നടന്ന കുതികാല രാഷ്ട്രീയമായിരുന്നു, ജാതി രാഷ്ട്രീയം. ഒരു നവോത്ഥാനം ഉണ്ടായ ഒരു സമൂഹത്തിലാണെങ്കിൽ, പരിഷ്കരണമായിട്ട് സാർത്ഥകമായിട്ട് ഇടപെടുന്ന ഒരു സമൂഹത്തില് ഇത്തരം ഒരു കുതികാല രാഷ്ട്രീയം അല്ലെങ്കിൽ പട്ടത്താളുകളെയും അല്ലെങ്കിൽ പട്ട മന്ത്രിസഭ, പിന്നെ ടി കെ നാരായണ മന്ത്രിസഭ, കൊച്ചി സി കേശവന്, 52 തെരഞ്ഞെടുപ്പ്, 54 പിന്നെ പട്ടം, ഹിന്ദു മണ്ഡലം, മനോശങ്കുന്ന ശങ്കർന്നുള്ള വഴക്ക്, മുസ്ലിം ലീഗ്, കത്തോലിക്ക കോൺഗ്രസ്, 47 മുതൽ ഏതാണ്ട് 57 വരെ 10 വർഷത്തിനുള്ളിൽ കേരളത്തിൽ ജാതി രാഷ്ട്രീയത്തിന്റെ നിർമ്മികെട്ട വൃത്തികെട്ട രംഗങ്ങളായിരുന്നു കൈയറിയിരുന്നത്, നടമാടിക്കൊണ്ടിരുന്നത്. നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ്. ആ പരിഷ്കരണം നടന്ന സമൂഹത്തിലാണെങ്കിൽ, നവോത്ഥാനം നടന്ന സമൂഹത്തിലാണെങ്കിൽ എങ്ങനെയാണ് ഇത്തരം വർഗീയ രാഷ്ട്രീയത്തിന്റെ, ജാതി രാഷ്ട്രീയം, സാമുദായിക രാഷ്ട്രീയത്തിന്റെ വിലപേശലുകളും തമ്മിലടികളും എങ്ങനെയാണ് ഉണ്ടായത് നമ്മൾ പരിശോധിക്കണം. പിന്നീട് 57 മന്ത്രിസഭ വരുന്നു. 57 മന്ത്രിസഭയ്ക്ക് ശേഷം 59 വിമോചന സമരം വരുന്നു. വിമോചന സമരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ? ബാലൻ കഞ്ഞി വിളിപ്പിക്കും, തമ്പ്രാനെ വിളിപ്പിക്കും, ചാക്കോ പോയി ഒഴുകട്ടെ, അല്ല ചാക്കോ എന്നാണ് പേരിക്കട്ടെ, ചാന്തൻ പോയി ഒഴുകട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നവോത്ഥാനം കേരളത്തിൽ ഉയർന്ന ഒരു മുദ്രാവാക്യമാണ്. നമ്മൾ പറയുന്ന നവോത്ഥാനം നടന്ന കേരളം വളരെ ഗംഭീരമായിട്ട് ജാതി ബന്ധത്തിന് അതീതമായി ഇടതുപക്ഷ പ്രസ്ഥാനം ഉയർത്തിക്കൊണ്ടുവന്ന മഹത്തായ, നമ്മളിങ്ങനെ യാതൊരു മടിയില്ല, വാക്കുകൾക്ക് അപമാനമാണ്. പക്ഷെ ആ അപമാനമാടുന്ന നാട്ടിലാണ് 59 ഈ മുദ്രാവാക്യം ഉയർന്ന. ഏത് മുദ്രാവാക്യം എന്നത്? ചാക്കോ നാട് ഭരിക്കട്ടെ, ചാത്തൻ പോയി ഇഴുവട്ടെ, ബാളൽ കഞ്ഞി പിടിപ്പിക്കും, തമ്പറാകെന്ന് വിളിപ്പിക്കുന്നൊക്കെ ഉള്ള മുദ്രാവാക്യങ്ങൾ ഉണ്ടായത്. എന്തായിരുന്നു ഫലം നമുക്കറിയാം. 59 വിമോചന സമരം. ആ വിമോചന സമരത്തോടുകൂടി കേരളത്തിൽ വീണ്ടും ചെയ്യുന്നു ജാതി രാഷ്ട്രീയത്തിന്റെ, സാമുദായിക രാഷ്ട്രീയത്തിന്റെ വിടുമ്പുകൾ കേരളത്തിൽ നമ്മൾ അലക്കേണ്ടി വന്നു ധാരാളം. പിന്നീട് പന്മനാഭന്റെ അംസരം നടക്കുന്നു. കൃഷ്ണവർമ്മയുടെയും തുപ്പിപ്പാലയുടെയും അഴിഞ്ഞാട്ടം കേരളത്തിൽ നടക്കുന്നു. അങ്ങനെ കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം എന്ന് പറയുന്നത് ഏറ്റവും മ്ലേച്ഛമായ ജാതി ബോധത്തിന്റെ, ജാതി രാഷ്ട്രീയത്തിന്റെ, സാമുദായിക സ്പർദ്ധകളുടെ നാടായി കേരളം മാറുന്നു. 1960 കോൺഗ്രസ്, BSP, ലീഗും കൂടെ വീണ്ടും മുഖ്യമന്ത്രിയാകുന്നു. ആശങ്കയുടെ വലുതാവും ഞാനൊരു ഇടവ സ്ത്രീയുടെ വയറ്റി പറഞ്ഞുകൊണ്ടാണ് എനിക്ക് മുഖ്യമന്ത്രിയാകാൻ കഴിയാതെന്ന് ആശങ്ക വരുമ്പോ VK കുഞ്ഞ് പറയുന്നു, ഞാനൊരു മുസ്ലിം സ്ത്രീയുടെ വയറ്റി പറഞ്ഞുകൊണ്ടാണ് എനിക്ക് മന്ത്രിയാകാൻ പറ്റാതെ. ഇങ്ങനെ കരയുക, ജാതിയുടെയും മതത്തിന്റെ പേരിൽ പറഞ്ഞ് കരയുന്ന. പിന്നീട് 65 ചന്ദ്രകോണ മന്ത്രിസഭ, 67 സപ്തകക്ഷി മന്ത്രിസഭ. സപ്തകക്ഷി മന്ത്രിസഭയുടെ കാലത്ത് EMS വാക്യമുണ്ട്. എന്താണ്? ഈ വർഗീയ സമൂഹത്തെ, വർഗീയ മുന്നണിയെ കണ്ണിലെ കൃഷ്ണമണി പോലെ പരിപാലിക്കുമെന്നാണ്. അപ്പൊ ഇങ്ങനെ ആയിരുന്നു കേരളം, നവോത്ഥാന കേരളം എന്ന് എങ്ങനെ പറയാൻ പറ്റുമെന്ന് നിങ്ങളായിരുന്നു ഞാൻ പറഞ്ഞത്. അപ്പൊ ഇത്രമാത്രം സാമൂഹിക രംഗത്ത് പരിഷ്കരണങ്ങൾ ഉണ്ടായി എന്ന് അഭിമാനിക്കുന്ന ഒരു സമൂഹത്തിന് 47 മുതൽ 67 വരെയുള്ള 20 വർഷത്തിന്റെ കഥയെടുക്കുമ്പോൾ നടന്ന ജാതി രാഷ്ട്രീയത്തിന്റെ, സാമുദായിക വിലപേശലുകളുടെ, വൃത്തികേടുകളുടെ, വർഗീയ ജാതി കോമരങ്ങൾക്ക് ഭരണകൂടത്തിൽ സ്ഥാനമാനങ്ങൾ കൽപ്പിച്ചുകൊണ്ട് അവരെ വിശുദ്ധന്മാരാക്കുന്ന ഒരു രാഷ്ട്രീയമാണ് കേരളത്തിൽ. അങ്ങനെ നടക്കുന്ന കേരളത്തിൽ ഇന്ന് 67 വിട്ട് നമ്മൾ 2026 എത്തുമ്പോൾ കേരളത്തിന്റെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്ന് കേരളത്തിലെ നമ്മളൊക്കെ വളരെ പരിഷ്കൃതരാണ്, നല്ല വേഷം ധരിക്കുന്നതാണ്, നല്ല ഭക്ഷണം കഴിക്കുന്നവരാണ്, ലോകത്തിലെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ആളുകളാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങള്, സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന വാർത്തകൾ അതൊക്കെ സംബന്ധിച്ചാണ്.
ജ്യോത്സ്യം, യോഗ, മന്ത്രവാദം, വാസ്തു, പൊങ്കാല, ഏലസ്, കുട്ടിച്ചാത്തൻ, അക്ഷയ തൃതീയ, കൃപാസനം, ലോകശാന്തി തുടങ്ങി 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 സകലമാന ജാതിപതി രാഷ്ട്രീയക്കാരുടെയും പിത്തലാട്ടങ്ങളുടെ ഒരു മേഖലയായി കേരളത്തിന്റെ മാധ്യമരംഗം മാറിയിട്ടുള്ള കേരളത്തിന്റെ മനസ്സാണ്. കേരളത്തിന്റെ മാധ്യമം എന്ന് പറയുന്നത് കേരളത്തിന്റെ ഒരു മനസ്സാണ്. ഇതിപ്പോ കേരളത്തിൽ ഒരു വസ്തു വിൽക്കണമെങ്കിൽ പണ്ടൊക്കെ 10 വർഷം വേണ്ട, ഒരു 5 വർഷം മുമ്പ് വസ്തു വിൽക്കണമെങ്കിൽ റിയൽ എസ്റ്റേറ്റുകാർ ആരെങ്കിലും ഏജന്റുമാരെ പറഞ്ഞത്. ഇപ്പൊ അങ്ങനെയല്ല. എന്താണെന്നറിയോ? ഈ ഏജന്റിന്റെ കൂടെ ഒരാളും കൂടെ ആരാ ആരാ വാസ്തു വിദ്യക്കാരൻ. യവനായി 8ാം ക്ലാസ് പുസ്തകം കഴിഞ്ഞ് ഇവരാ തീരുമാനിക്കേണ്ടത് ഈ വസ്തുവിന് എത്ര ലക്ഷം രൂപ വരികയോ പറയും. ഈ പെരയുടെ ഇരിപ്പ് ശരിയല്ല, ഈ അടുക്കള തെക്കോട്ടിരിക്കുന്നതുകൊണ്ട് അവിടെ നിൽക്കുന്ന പെണ്ണുങ്ങൾക്ക് ഇവിടെ വന്നാൽ ഈ പെണ്ണ് അവിടെ വെച്ചിരുന്ന വീട്ടമ്മയ്ക്ക് പാമ്പ് കഴിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വസ്തുവിന്റെ കാര്യം മലയാളിയുടെ മാനസികാരോഗ്യം എന്ന് പറയുന്നത് ഇന്ദ്രമാണ് ആരംഭത്തിക്കപ്പെട്ട നിങ്ങൾക്കറിയാം, ലോകത്തിൽ ഏറ്റവും കൂടുതൽ മാനസിക രോഗികളുള്ള ഒരു രാജ്യമാണ് കേരളം. ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ള കേരളം, ഏറ്റവും കൂടുതൽ റോഡ് അപകടം നടക്കുന്ന കേരളം, ഏറ്റവും കൂടുതൽ പോക്സോ കേസുള്ള രാജ്യം കേരളം, ഏറ്റവും കൂടുതൽ കഞ്ചാവ് വലിക്കുന്ന അല്ലെങ്കിൽ MDMA വലിക്കുന്ന ഉപയോഗിക്കുന്ന രാജ്യമാണ് സംസ്ഥാനമാണ് കേരളം. ഞാൻ ഇപ്പൊ അതില്ല കണക്കുകളൊക്കെ. അല്ല, നിങ്ങൾ ചുമ്മാ നെറ്റടിച്ച് നോക്കിയാൽ മതി, ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. അത്രമാത്രം മാനസികാരോഗ്യ രംഗത്ത് ഇത്രമാത്രം അധപ്പതിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറിയിരിക്കുന്നത് എങ്ങനെയാണ്? അത് നവോത്ഥാനം നടന്നൊരു സമൂഹത്തിലാണ്. എങ്ങനെയാണ് ഈ പറയുന്ന ഭിന്നിപ്പ ശക്തികൾക്ക് ആധിപത്യം ചെലുത്താൻ കഴിയുക? ഇപ്പൊ നമ്മളറിയാം, ചില ഉസ്താദുമാർ കുഞ്ഞി പിള്ളേർ അപ്പൊ മീശ പോലും എടുക്കാത്ത ചില ഉസ്താദുമാര് TV-യിൽ ഇരുന്നുകൊണ്ട് അല്ല സോഷ്യൽ മീഡിയ ഇരുന്നുകൊണ്ട് 170 കിലോമീറ്റർ നീളമുള്ള സ്വർഗത്തെ കുറിച്ചും സ്വർഗത്തിൽ വിസ്കി ബ്രാൻഡി കിട്ടുന്നതിനെ കുറിച്ചും അവിടുത്തെ ആപ്പിൾ പറഞ്ഞു അവിടെ ബിരിയാണി രാവിലെ ആപ്പിൾ പറഞ്ഞു ഉച്ചയ്ക്ക് ബിരിയാണിയാണതൊക്കെ എത്ര ആധികാരികമാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ സംസാരിച്ചോണ്ട് കുഴപ്പമില്ല, പക്ഷെ അതിന്റെ ചൂടിലെ ലൈക്കുകളൊന്നുമില്ല. ചൂടിലെ ലൈക്ക് 1.5 ലക്ഷം 2 ലക്ഷം എന്ന് പറഞ്ഞാൽ ഈ 1.2 ലക്ഷം വേറെ ചെയ്യുന്നു. അവൻ ലൈക്ക് ചെയ്യണമെന്ന് ഇഷ്ടപ്പെടുന്നു എന്നുള്ള അതിന്റെ അർത്ഥം അല്ലേ? അപ്പൊ മലയാളിയുടെ മാനസിക അവസ്ഥ എത്രമാത്രം. ജ്യോത്സ്യം, യോഗ, ഈ നമ്മളെ ഇടതുപക്ഷക്കാരാന്ന് യുക്തിവാദിയാന്ന് പറഞ്ഞ് അഭിമാനിച്ചടക്കുന്ന ആളുകൾ യോഗയ്ക്കെതിരെ സംസാരിക്കാൻ പറ്റുന്നില്ല. സംസാരിച്ചവർ യോഗയ്ക്കകത്ത് ശരിയുണ്ട്, യോഗയ്ക്കകത്ത് ശാസ്ത്രമുണ്ടെന്ന് പറയുന്ന വിദ്വാന്മാരുണ്ടെന്നും കൂടെ. എന്ത് ശാസ്ത്രമല്ലാത്തുള്ളത്? തലയും കുത്തിയിരുന്നാല് അല്ലേ? അപ്പൊ ഈ പറയുന്ന ആളുകൾ ജ്യോത്സ്യരെ അതിനകത്ത് അതുപോലെ പൊങ്കാല അവര് തുടങ്ങി ധാരാളം കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ അക്ഷയതൃതിയൊക്കെ കേരളത്തിൽ വന്നിട്ട് ഒരു 5 8 വർഷമോ 10 വർഷം പോലും ആയിട്ടില്ല. അപ്പൊ ഇതിന് ഇത്രമാത്രം മാർക്കറ്റ് ഉണ്ടാക്കായിരുന്നു. ഇപ്പൊ കൃപാസനത്തിലേക്ക് ഞങ്ങളുടെ അവിടെ കുറെ മാസ്റ്റർമാരുണ്ട്. മാസ്റ്റർമാരുടെ അടുത്തേക്ക് എഞ്ചിനീയർമാരും ഡോക്ടർമാരും കടന്നു ചെല്ലുന്നത് അവരില്ലാത്തോണ്ട് നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ്. അവർക്ക് വിദ്യാഭ്യാസം ഡോക്ടർമാര് ഇവിടെ കൃപാസനത്തിൽ വന്ന് സാക്ഷി പറയുന്നുണ്ടല്ലോ എന്ന് പറയുന്ന മലയാളിയുടെ മാനസികാരോഗ്യം എത്രമാത്രം ആലോചിക്കണം. ഈ മാധ്യമങ്ങൾ ഇത്രമാത്രം പിന്തിരിപ്പൻ കാര്യങ്ങളെ നമ്മളെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ ഇവരാരെങ്കിലും മനുഷ്യത്വത്തെ കുറിച്ച് ഒരു പ്രചാരണം നടത്താം. മതേതരത്വം എന്താണെന്നതിനെ കുറിച്ച് ഏതെങ്കിലും സോഷ്യൽ മീഡിയ നിങ്ങൾ അവരെ പോസ്റ്റ് കണ്ടിട്ടുണ്ടോ? അല്ലെ ജനാധിപത്യത്തിന്റെ ഘടകങ്ങൾ എന്താണ്, സംസ്കാരം എന്താണ്, അല്ലെ കല എന്താണ്, സാഹിത്യം എന്താണ്, കലയ്ക്ക് സാഹിത്യത്തിന്റെ പങ്കെന്താണ്? വേണ്ട. മനുഷ്യന്റെ എമ്പതി, അവന്റെ അനുകമ്പയെ കുറിച്ച് ഉള്ള എന്തെങ്കിലും ഒരു പാഠം നിങ്ങൾ കാണാറുണ്ടോ? അല്ലെ സ്നേഹത്തെ കുറിച്ച്, അതായത് ഇറോട്ടിക് ലവ് അല്ല, അല്ലാതെ പ്ലാറ്റോണിക് ലവ് ഉണ്ടല്ലോ, അതിനെ കുറിച്ച് ഒരു പോസ്റ്ററുകളാണ്. ഇതൊന്നും വേണ്ട. ഒരു സിവിൽ സമൂഹം എന്താണെന്നതിനെ കുറിച്ച് ഒരു പോസ്റ്റർ. നിങ്ങൾക്കറിയാം, ലോകത്തിലെ ഹാപ്പിനെസ് ഇൻഡെക്സില് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന 10-15 രാജ്യങ്ങൾ മതമില്ലാത്ത രാജ്യമാണ്, ദൈവമില്ലാത്ത രാജ്യമാണ്. അവിടെയുള്ള മനുഷ്യരെല്ലാം സന്തോഷിച്ച് ജീവിക്കുന്നത് അവര് സിവിൽ സമൂഹമായതുകൊണ്ട്. എന്താണ് സിവിൽ സമൂഹം? എന്താണ് പൗരത്വ സമൂഹം? നമ്മളൊരു പൗരനാണെന്നൊക്കെ പറഞ്ഞേക്കാണ്. ഒരു പൗരന് വേണ്ടി എന്ത് ഗുണമാണ് നമുക്കുള്ളത്? ഒരു പൗരന്റെ സമൂഹത്തിനിടയില് കേരളത്തിലെ സമൂഹത്തിന് എന്താണ് അവകാശപ്പെടാനുള്ളത്? അങ്ങനെ ഒരു സിവിൽ സമൂഹമാണ് ഈ പാർട്ടി കക്ഷി രാഷ്ട്രീയത്തിന്റെ പേരില് അടി കൂടുവോ? കക്ഷി രാഷ്ട്രീയത്തിന്റെ പേരിൽ തമ്മിൽ കുത്തുന്നതും അടിക്കുന്നതും വെട്ടുന്നതും ആക്ഷേപിക്കുന്നതും തള്ളയ്ക്ക് വിളിക്കുന്നതും തള്ളയ്ക്ക് വിളിക്കുന്നതും ഒരു സിവിൽ സമൂഹത്തിന്റെ സ്വഭാവമല്ല. സിവിൽ സമൂഹത്ത് പറഞ്ഞാൽ അന്തസ്സായ മനുഷ്യരായി ജീവിക്കാൻ കഴിയുന്ന, മറ്റുള്ളവരുടെ വികാര വിചാരങ്ങളെ പാലിക്കാനും രാജ്യത്തിന്റെ നിയമങ്ങൾ പാലിക്കാനും പൊതു സമാധാനവും സ്വീകരിക്കാനും പറ്റുന്ന ഒരു പരിഷ്കൃത ജനതയാണ് നമ്മൾ സിവിൽ സമൂഹം എന്ന് പറയും. അത്തരം സിവിൽ സമൂഹത്തെയാണ് ഇന്ത്യൻ ഭരണഘടന മുന്നിൽ കണ്ടുകൊണ്ട് വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ള കാഴ്ചപ്പാടാണ് നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്താണെന്നോ ഒരു സിവിൽ സമൂഹം എന്താണെന്നോ നമ്മൾ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിലെ പോസ്റ്റ് കാണാറുണ്ടോ? മറിച്ച് എല്ലാവരെയും തീർന്നു വിളിക്കാൻ, ആക്ഷേപിക്കാൻ, പെൺ കേസ് പറയാൻ ഒക്കെയാണ് നമ്മൾ ഈ മീഡിയ ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നാം വളരെ രോഗാതുരമായൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഇത് ആരെങ്കിലും നമ്മുടെ മേൽ കൊണ്ടുവന്ന് വെച്ചത്
വളരെ ആസൂത്രിതമായ രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗമായി ഡീഹ്യൂമനൈസേഷൻ, അപമാനവീകരണം, ഡീപൊളിറ്റിസൈസേഷൻ, അരാഷ്ട്രീയവൽക്കരണം, അല്ലെങ്കിൽ ഐഡിയലൈസേഷൻ, അല്ലെങ്കിൽ ആശയ അപവൽക്കരണം തുടങ്ങിയിട്ടുള്ള രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമായി വളരെ ആസൂത്രിതമായി സംഘടന ശക്തികൾ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടികളുടെ ഭാഗമാണ്. അത് കൃത്യമായും അതിനൊരു അജണ്ടയുണ്ട്. ആ അജണ്ടയ്ക്കാണ് റിവൈവലിസം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ജനാധിപത്യ സമൂഹം അതുവരെ നേടിയ എല്ലാ സാമൂഹ്യ നന്മകളെയും ജനാധിപത്യ ബോധത്തെയും അട്ടിമറിക്കുന്ന ആസൂത്രിത പദ്ധതിയാണ് റിവൈവലിസം, മത പുനരുജ്ജീവനം. എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെകളിൽ ഇപ്പൊ നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന വാക്യം, സ്ഥിരമായി നമ്മുടെ സംഘപരിവാര വേദികളിൽ നിന്നും മതവേദികൾ നമ്മൾ കേൾക്കുന്ന വാക്യങ്ങളുണ്ട്. നമ്മൾ അജ്ഞേയവാദത്തിന്റെ സാംസ്കൃതികൈസേഷന്റെ അല്ലെ ഹിന്ദുത്വയുടെ പ്രാചീന കാലത്തിലേക്ക് തിരിച്ചു പോകുക, വേദകാലത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ച്, പുരാണ കാലഘട്ടത്തിന്റെ വൈശിഷ്ട്യങ്ങളെ കുറിച്ച്, വേദങ്ങളിലെ ശാസ്ത്രത്തെ കുറിച്ച്, പുരാണങ്ങളിലെ ബഹിരാകാശ ശാസ്ത്രത്തെ കുറിച്ച് ഒക്കെ വാചാലമായി സംസാരിക്കുമ്പോൾ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകള് അവർ പറയുന്നു എല്ലാം ലോകത്തിലെ സകല കാര്യങ്ങളും വേദങ്ങളിലുണ്ട്. എവിടെയാണ് നോക്കണ്ടേ? ആദ്യ ശാസ്ത്രത്തിൽ നടന്നതും ആദ്യമായിട്ട് മനുഷ്യ എന്താണ് വിശേഷം ഉണ്ടാക്കുന്നതും ആദ്യമായി ആകാശത്ത് പറന്ന് നടന്നതൊക്കെ നമ്മളാണെന്നാണ് പറയുന്നത്. എവിടെയാണെന്നറിയില്ല, പക്ഷെ അവരത് പറയുന്നില്ല. എന്താ ഇതിന്റെ പുസ്തകത്തില് ഇന്ന അധ്യായത്തില് ആണ് പാഠസിദ്ധാന്തത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്ന് അവർക്ക് അറിയത്തില്ല. മറിച്ച് ഇങ്ങനെയുള്ള സിദ്ധാന്തങ്ങൾ ഏതെങ്കിലും പുതിയ കണ്ടുപിടുത്തങ്ങൾ എവിടെയെങ്കിലും ആയെന്ന് നടത്തിയാൽ അത് നമ്മുടെ എട്ടുകാരി മുന്നിന്റെ ഭാഷയിൽ നിന്നുകൊണ്ട് അത് ഞമ്മളാണ് എന്ന് പറയുന്ന രീതിയിലുണ്ടല്ലോ. ആ സാധനത്തെയാണ് നിവേദിസം എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പറയാം അജ്ഞേയവാദം, ജ്യോതിഷം, മന്ത്രവാദ, യോഗ അടക്കമുള്ള കാര്യങ്ങള് ആ ഉസീരാറ്റിസത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. വളരെ കൃത്യമായി ഞാൻ പെട്ടെന്ന് ഓർത്തു വരുന്ന ഒരു കാര്യം, നമ്മുടെ റിച്ചാർഡ് ഡോക്കിൻസ് പറഞ്ഞ വളരെ പ്രസിദ്ധമായ ഒരു വാക്യമുണ്ട്. വൺസ് ഡെലൂഷൻ ഈസ് എ സൈക്കോ ബട്ട് ദ ഡെലൂഷൻ ഓഫ് എ സൊസൈറ്റി ഈസ് റിലിജിയൻ. ഒരാളുടെ മതിഭ്രമത്തെ ഭ്രാന്ത് എന്ന് പറയാം, പക്ഷെ ഒരു സമൂഹത്തിന്റെ മതിഭ്രമത്തെ മതം ചെയ്യുന്നു. വളരെ ചിന്തയാണ് നമ്മുടെ സമൂഹത്തെ വളഞ്ഞിട്ട് മുഴുവൻ. ഇന്നലെ യുദ്ധം പൊട്ടി പറഞ്ഞു. എന്തിന്റെ പേരിലാണ് യുദ്ധം ചെയ്യുന്നത്? എന്തിന്റെ പേരിലാണ് ലോകത്തിലെ ഇപ്പൊ യുദ്ധങ്ങൾ നടക്കുന്നത്? മനുഷ്യരെ കൊന്നൊടുക്കുന്നത് എന്തിന്റെ പേരിലാണ്? നിങ്ങൾക്ക് രാഷ്ട്രീയമായ ഒത്തിരി ന്യായീകരണങ്ങൾ പറയാനുണ്ടാവും. അല്ല, നിങ്ങൾക്ക് രാഷ്ട്രീയം, നിങ്ങളുടെ രാഷ്ട്രീയ പക്ഷാന്തരം അനുസരിച്ച് അത് സാമ്രാജ്യത്തിന്റെയോ അല്ലെങ്കിൽ ജനാധിപത്യ ചെറുത്തിയോ ഒക്കെ പ്രശ്നമായി പറയാം. പക്ഷെ അതിന്റെ മൂലകാരണങ്ങളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ മനസ്സിലാകുന്ന പലസ്തീന്റെ പ്രശ്നം എന്ന് പറയുന്നത് അത് ദൈവരാജ്യത്തിന് വേണ്ടി യുദ്ധമാണ്. യഹൂദമതത്തിന്റെയും ഇസ്ലാം മതത്തിന്റെയും ക്രൈസ്തവ മതത്തിന്റെയും രക്ഷകർ തുടർന്ന നാടാണ്. അങ്ങനെ ഇബ്രാഹാമിന്റെ മക്കൾ ഇബ്രാഹാമിന്റെ രാജ്യത്തിന് വേണ്ടി, യഹോവയുടെ പിറന്ന മണ്ണിന് വേണ്ടിയുള്ള യുദ്ധമാണ് നൂറ്റാണ്ടുകളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ മറ്റു രാജ്യമൊക്കെ പറയുമ്പോൾ അവിടെ എന്താണ്, ചിലർക്ക് ഹമാസ് നമ്മുടെ വലിയ വിശുദ്ധന്മാരെ പ്രഖ്യാപിക്കുകയും അല്ലാത്തൊരു അശുദ്ധന്മാരെ പ്രഖ്യാപിക്കുകയും ചെയ്യും. നമ്മൾ ലോകത്തിലോ ബംഗ്ലാദേശില്, ഇറാനിലല്ല, പാകിസ്ഥാനിൽ നടക്കുന്ന യുദ്ധത്തിന്റെ പേരിലാണ്. ഈ പറയുന്ന എല്ലാ യുദ്ധങ്ങളുടെയും കാരണം ഗോത്രകാലങ്ങളിലേക്ക് പോകണം. ആ ഗോത്രകാല വ്യവസ്ഥയിലെ തങ്ങളുടെ പൂർവ്വപിതാമകന്റെ ഇടംപാടം സംരക്ഷിക്കാൻ വേണ്ടി 8 കുരിശുദ്ധങ്ങളിലൂടെ കോടിക്കണക്കിന് മനുഷ്യരെ കശാം ചെയ്തതാണ് കത്തോലിക്ക സഭ. ഇസ്ലാം 8 കുരിശുദ്ധങ്ങൾ, 6 കുരിശുദ്ധങ്ങൾ പകർത്താം. ഇസ്ലാം മതം ചോര ചാരി നീതിക്കറിയുന്ന മതമാണ്. എന്തിനു വേണ്ടിയായിരുന്നു? ഏത് മനുഷ്യന് വേണ്ടിയാണ്? ഏത് രാജ്യം സ്ഥാപിക്കാൻ? ആർക്കുള്ള ആഹാരത്തിന് വേണ്ടിയായിരുന്നു? ഭക്ഷണത്തിന് വേണ്ടിയായിരുന്നു? അവന്റെ കിടപ്പാടത്തിന് വേണ്ടിയായിരുന്നു? അല്ല, അവന്റെ ദൈവത്തെ സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. ആ സാധനം ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യൻ ഒരു ഗ്രൂപ്പിന്റെ, ഒരു സമൂഹത്തിന്റെ വിഭ്രാന്തി എന്ന് പറയുന്നത് മതമാണ്. ആ മതത്തിനെതിരായിട്ടുള്ള എന്ത് നിലപാടാണ് നമുക്ക് എടുക്കാൻ കഴിയുക എന്നതാണ് റെനൈസാൻസിനെ കുറിച്ച് പറയുമ്പോൾ ചർച്ച ചെയ്യേണ്ടത്. ഇതിപ്പോ നമ്മൾ പറയുന്നു ഹിന്ദുവിന്റെ ഏകതാ സദസ്. ഇപ്പൊ കേരളത്തിലെ എല്ലാ തെരുവുകളിലും ഹിന്ദു ഏകതാ സദസ്. എന്താണ് ഹിന്ദുവിന്റെ ഏകത? നായാടി മുതൽ നമ്പൂരി വരെ, പുതിയ മുതലാളിമാർ നായാടി മുതൽ ക്രിസ്ത്യാനി വരെ. എന്തിനു വേണ്ടി? ആരാ നിങ്ങളായിട്ട് പറഞ്ഞോ ഹിന്ദുവിനെ ഏകപ്പെടുത്തരുതെന്ന്? നമ്മൾ പറഞ്ഞു ഹിന്ദു ഏകത ആകരുതെന്ന്. ഹിന്ദു എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിന്ദു എന്ന് പറഞ്ഞാൽ 80,000-ഓളം ജാതി ഉപജാതികളുടെ ഒരു സംഘാതമാണ്. അതൊരു മതമല്ല. ഇതിൽ ഓരോ ജാതി കൂട്ടങ്ങൾ ഒഴിഞ്ഞു പോയാൽ ഹിന്ദു എന്ന് പറയുന്ന ജാതിയാകും. അങ്ങനെ ഒഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ആസൂത്രിതമായ സംഘപരിവാരത്തിന്റെ നേതൃത്വം ആസൂത്രിതമായി സങ്കല്പിക്കുന്ന പരിപാടിയാണ് ഹിന്ദുവിയ മതം പേരിൽ അതിനെ നിലനിർത്തുന്നത്. അപ്പൊ മതം എന്ന സബ്ജക്റ്റുള്ളിൽ ജാതിയുടെ രൂക്ഷതകളെ പൊതിഞ്ഞു സൂക്ഷിച്ചുകൊണ്ട്
നമ്മൾ ഹിന്ദുക്കൾ ഒന്നാണ് ഈ നമുക്കരമാക്കി അവതരിപ്പിക്കുന്ന ആളുകൾ ആരൊക്കെയായാലും കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സാമൂഹ്യ വിരുദ്ധന്മാരവരാണ്. അത് വെള്ളാപ്പള്ളിയായാലും കൊള്ളാം, സുമാരൻ നായരായാലും കൊള്ളാം, ഇടതുപക്ഷമായാലും കൊള്ളാം, വലതുപക്ഷമായാലും കൊള്ളാം. ഈ കേരളത്തിന്റെ അപകടകരമായ ഒരു സാമൂഹ്യ അവസ്ഥയിലാണ് ഹിന്ദു ഏകത എന്ന് പറയുന്നത് സംഘപരിവാരത്തിന്റെ വിജയം. കാരണം സംഘപരിവാരത്തിന്റെ കഥകൾ നിങ്ങൾ പരിശോധിച്ചാല് അപ്പൊ നമുക്ക് അതിന്റെ ഇത്തിരി അതിലേക്ക് പോകുന്നില്ല, കാരണം വിഷയം വിട്ടു പോകുന്നത് കൊണ്ട്. പക്ഷെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് അതിന്റെ ക്ലാസ്സിലെ ഏറ്റവും ഒന്നിലും പഠിച്ചത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശാവസ്ഥ ബാലഗംഗാധര തിലകൻ ഇന്ത്യ എന്റെ രാജ്യമാണ്, എല്ലാ സ്വാതന്ത്ര്യമാണ്, ഞാൻ സംരക്ഷിക്കുന്ന ജീവൻ കൊടുത്ത സമയം ഈ മനുഷ്യനാണ് ഇന്ത്യയിലെ ആദ്യത്തെ വർഗീയവാദി, ഏറ്റവും ഭീകരനായ വർഗീയവാദി. 1890 ബോംബെയിലെ പ്ലേഗ് പറഞ്ഞപ്പോൾ ആ പ്ലേഗിനെ നിയന്ത്രിക്കാൻ എലികളെ കൊന്നൊടുക്കിയ ചാൾസ് റാഞ്ചി എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് ഓഫീസറെ കൊല്ലാൻ വേണ്ടി ചാവകര സഹോദരന്മാരെന്ന് 3 പേരെ പറഞ്ഞുവിട്ട് കൊല്ലിക്കുകയും ആ കൊല്ലിച്ചതിന്റെ അനന്തരമായി ആ ചാവകര സഹോദരൻ തൂക്കിക്കൊല്ലപ്പെടുകയും ചെയ്യുന്ന കാലഘട്ടത്തില് അവരുടെ കൈ ഭഗവത്ഗീത കൊടുത്തത് ഈ പറഞ്ഞ വർഗീയവാദിയാണ്. അദ്ദേഹത്തിന്റെ ഗീതരഹസ്യത്തിന്റെ കൃതിയാണ് ഇന്ത്യൻ ഫാസിസത്തിന്റെ തുടക്കം. ഇന്ത്യയിലെ ഫാസിസത്തിന്റെ തുടക്കം ഈ ഗീതാരഹസ്യത്തിലൂടെയാണ്. പിന്നീട് അങ്ങേരാണ് ഈ പുതിയൊരു കണ്ടുപിടുത്തം ഗണേശോത്സവം ബോംബെയിലെ മുഴുവൻ തെണ്ടികളെയും മുഴുവൻ പിന്നാക്കക്കാരനെയും ഹിന്ദുക്കളെ ഏകീകരിക്കാൻ വേണ്ടി ഗണേശോത്സവം എന്ന് പറയുന്ന ഒരു മഹാവിളമായ ഗോത്രക്കാര ആചാരമാണ്. ഈ ഗോത്രക്കാര ആചാരത്തെ തള്ളിക്കൊണ്ടുവന്നു. ആ ഗണേശോത്സവം കേരളത്തിൽ വന്നിട്ട് എത്ര വർഷമായി നമ്മൾ മനസ്സിലാക്കണം. ഉത്സവങ്ങളും ആഘോഷങ്ങളും എന്താണ് നിരുപദ്രവകരമല്ല, അത് നിഷ്പക്ഷമല്ല, അത് മതപരമല്ല, അത് വിശ്വാസപരമല്ല, അത് ഫാസിസത്തിന്റെ കടന്നവരുമാണ്. ആ ഫാസിസം എങ്ങനെയാണ്? ഉത്സവങ്ങളെ, ബലികളെ, തൂക്കങ്ങളെ, ആചാരങ്ങളെ എല്ലാം എന്താണ് നിങ്ങൾ സംശയമുണ്ടാവും. ഈ തൂക്കങ്ങൾ നടത്തുന്നത് ആരാണ്? ഉണ്ടല്ലോ, നമ്മൾ ഈ തൂക്കത്തിന് കേസ് നടത്തി, തെരുവിൽ തെരുവുകാലം തന്നെ സമരം നടത്തി, കോടതി വിധി സമ്പാദിച്ചു, അല്ലെ മൈക്ക് വെച്ച് ബഹളം ഉണ്ടാക്കാനൊക്കെ. പക്ഷെ എന്താ താരം, എന്താ ഫലം? പട്ടികാധികാരനാണ് ഏതൊക്കെ തനിക്ക് ശൂലക്കുത്താനും തൂക്കത്തിന് പോകാറുണ്ടോ? ശബരിമലയിൽ നമ്പൂരി പോകാറുണ്ടോ? പോകാറില്ല. ഞാൻ പറഞ്ഞത് ഈ പട്ടികജാതിക്കാരനെ, പട്ടികവർഗക്കാരനെ ഹിന്ദു എന്ന ഈ ലേബൽ കൊത്തിവെച്ച് അവരെ പഴയ പ്രാകൃത വ്യവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ആസൂത്രിതമായ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് മതപുനരുജ്ജീവന ശക്തികളെ രാഷ്ട്രീയ വിഭജിക്കുന്നതിന് കുറെ കൂടി മാന്യമായ ഭാഷയിൽ പറഞ്ഞാൽ ഗോഡ് മാർക്കറ്റിന്റെ ദൈവചന്ത. ഇന്ത്യയിലെ ഏറ്റവും വലിയ ചന്ത ദൈവത്തിൻ്റെതാണ്. ദൈവമാണ് എല്ലാത്തിനും. അത് വെറും ദൈവം മാത്രമല്ല, മനുഷ്യ ദൈവങ്ങളുണ്ട്. ഈ മനുഷ്യ ദൈവങ്ങളും അല്ലാത്ത പുരാണ ദൈവങ്ങളും, അതാണ് 30 കോടി കേരളത്തിൽ ഇന്ത്യയിലെ ദൈവങ്ങളും വിദേശത്ത് ഇറക്കുമതി ചെയ്യപ്പെട്ട ദൈവങ്ങളും, അതുകൂടാതെ നമ്മുടെ പുതിയ മനുഷ്യ ദൈവങ്ങളും, നമ്മുടെ കൃപാസന ജോസഫിനെ പോലുള്ള ആധുനിക ദൈവങ്ങളും അടക്കുന്ന കേരളം പ്രാന്തന്മാരുടെ രാജ്യമാണ് എന്ന് പറഞ്ഞാൽ യാതൊരു സംശയമില്ല. നമ്മള് അഭിമാനിക്കുക തന്നെ ചെയ്യണം. നമുക്ക് ബാധിക്കാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കണം. കാരണം അത്രമാത്രം മനോലോകത്തെ ആഘോഷിക്കുന്ന ഒരു സമൂഹമാണ് കേരളം. തെരുപ്പാട്ട് പാടുക, മനസ്യമായ തെറി പാടുന്നത് ഭക്തിയാണ്. ആലോചിച്ച് ഇത് മനോരോഗമല്ല കണ്ടത്. ഒരു തവണ നമ്മൾ കാണാറുണ്ട്, തുണിയില്ലാതെ നടക്കുന്നു. യവന്റെ പുറകെ പോലീസ് നടക്കുന്നു, യവന്റെ പുറകെ പിള്ളേർ പെണ്ണുങ്ങൾ ചെന്നിട്ട് അവരെ എങ്ങാണ്ടൊക്കെ തൊട്ട് നമസ്കരിക്കുന്നു. അവിടെ കണ്ടോണ്ടിരിക്കുന്നല്ലേ. ഇത് ഭ്രാന്തല്ല. പിന്നെ എന്താണ് ഇത്? ഭ്രാന്താണെന്ന് പറയാനുള്ള ആരാണുള്ളത്? ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സ്വാമിമാര് തുണിയില്ലാതെ മേള നടത്തുന്നു. അതിന് 5000 കോടി ചെലവ് ചെയ്തു കേന്ദ്ര സർക്കാർ. ഇത് ടിവിയിലൂടെ ഇന്റർനാഷണലി നമ്മള് എന്ത് പറയും? നോക്കൂ, ഇന്ത്യയുടെ പാരമ്പര്യം, മഹത്തായ ഇന്ത്യൻ പാരമ്പര്യം. ഇതാണ് മഹത്തായ ഇന്ത്യൻ പാരമ്പര്യം. സായിപ്പന്മാരിവിടെ നമ്മളെ വിളിക്കുന്നത് ബ്ലാക്ക് സേവ കറവന്മാരും അധിഷ്ഠിതരുന്നത്. കാരണം ഇങ്ങനെ തുണി കൊടുക്കാത്തവര് ചെയ്യുന്നത് ലോകത്ത് വരെ കാണുന്നു. മനുഷ്യൻ തുണി കൊടുത്തവരുടെ പരിഷ്കാരത്തിന്റെ, സംസ്കാരത്തിന്റെ, സാമൂഹ്യ പിന്നേറ്റത്തിന്റെ ഭാഗമായിട്ടാണ് തുണി കൊടുക്കുന്നതും ആധുനിക വേഷവിധാനങ്ങളിലേക്ക് പോയത്. പക്ഷെ ഇപ്പോഴും കേരളത്തിലെ ഇന്ത്യയിൽ ആഘോഷിക്കപ്പെടുന്നു തുണി കൊടുക്കാൻ നടക്കുന്നവരാണ് ഏറ്റവും വലിയ സ്വാമി, ആസാമി എന്നാണ് പറയുന്നത്. അതുപോലെ മനുഷ്യ ദൈവങ്ങള്, സ്വർഗത്തെ കുറിച്ച്, രോഗശാന്തികളെ കുറിച്ച് പറഞ്ഞു വന്നത് ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്നത് സാമാന്യ ബുദ്ധി എന്ന് പറയുന്നത്, കോമൺ സെൻസ് എന്ന് പറയുന്നത്, ഏതൊരു കാര്യം കണ്ടാൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിക്കാനുള്ള ലോജിക്ക് അല്ലെ റീസണിങ്, ഈ പറയുന്ന സാധനം ഒന്നുമില്ല. കാരണം എന്താ പറയാവോ? നമ്മുടെ ബുദ്ധിജീവികളല്ലേ ഇപ്പോൾ സംസാരിക്കുന്ന 2 വാക്കുകളുണ്ടെന്ന്: നാഷണൽ കൾച്ചറൽ നാഷണാലിസം, മിസ്റ്റിക്കൽ നാഷണാലിസം, ഇന്റഗ്രൽ ഹ്യൂമനിസം എന്നൊക്കെ പറഞ്ഞ വാക്കുകൾ അവരെടുത്ത് ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് എന്റെ അനിയന്മാരാണ് പോസിറ്റീവ് എനർജി നെഗറ്റീവ്. നമ്മുടെ ചില ആളുകൾ പറയും ഇതൊക്കെ അല്ല, കയ്യിൽ ഒരു ചാർട്ട് കിട്ടിയ പോസിറ്റീവ് എനർജി. അപ്പൊ ഈ മിസ്റ്റിക് നാഷണാലിസം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഹിന്ദുവാണ്.
പൊളിറ്റിക്കൽ ഹിന്ദു എന്ന് പറയുന്ന സവർണത ഉയർത്തിക്കൊണ്ടുവന്ന സംഘപരിമ ഉയർത്തിക്കൊണ്ടുവന്ന പൊളിറ്റിക്കൽ ഹിന്ദുവിനെ തന്നെയാണ് നമ്മൾ മിശ്രിക നാഷണലിസം, യോഗാത്മക ദേശീയത എന്ന് പറഞ്ഞിട്ട് പറയുന്നു. ഇന്ത്യയുടെ പാരമ്പര്യം മുഴുവൻ പുരാണങ്ങളുടെ മേഖലയുമായി അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കുംഭമേള. ഇന്ത്യൻ ചരിത്രത്തില് നമുക്കറിയാം, ഋഗ്വേദ വായിച്ചവർക്കറിയാം, ഋഗ്വേദത്തിൽ 33 ദൈവങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ആ 33 ദൈവങ്ങൾ എന്ന് പറയുന്ന 4 ദിക്കുകള്, ഇന്ത്യയിലെ 19 നദികള്, അതുപോലെ പർവ്വതങ്ങളൊക്കെയാണ്. അല്ലാതെ കൃഷ്ണൻ രാമനും ഋഗ്വേദത്തിലില്ല. അങ്ങനെ ഒരു ദൈവമേ ഋഗ്വേദത്തിലില്ല. നമ്മളത് പശുപതി ശിവൻ എന്ന് പറയുന്ന ദൈവമാണ്. ഈ 33 ദൈവങ്ങൾ ഇന്ത്യയുടെ പ്രകൃതിയാണ്. ഇന്ത്യയുടെ പർവ്വതങ്ങൾ നദികളും ദിശകളുമാണ്. അതുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇന്ത്യയിലെ നദികളോട് ഉള്ള ഒരു ഭക്തി, ഒരു വിശ്വാസം, അല്ലെങ്കിൽ ഒരു താല്പര്യം. അതുകൊണ്ടാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുണ്ട്, എന്താണ്? തീർത്ഥാടനം എന്നാണ് പറയുന്നത്. ക്ഷേത്രാടനം എന്നാരും പറയാത്തത്. പഴനിക്ക് പോയാലും മധുര പോയാലും ഗംഗ പോയാലും നമ്മൾ പറയുന്നത് ക്ഷേത്രാടനം എന്നല്ല, തീർത്ഥാടനം. തീർത്ഥങ്ങളിലേക്ക് പോവുകയാണ് നമ്മൾ. നദികളോട് നമ്മുടെ പ്രേമം. ആ നദികളുടെ ഈ നമ്മൾക്ക് ഇന്ത്യക്കാർക്കുള്ള ആ നദീകരണ സംസ്കാരങ്ങൾ ഉയർന്നുന്ന ഒരു സമൂഹം എന്ന നിലയില് ആ സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ച ഒരു പാലാഴി വന്നതിന്റെ കഥയുണ്ട്. ആ പാലാഴി വന്നതിനത്തിൽ നിന്നറിയാം, അസുരന്മാർക്ക് അമൃത് കിട്ടിയപ്പോൾ ആ അമൃത് ദേവന്മാർ തട്ടിയെടുക്കാൻ വേണ്ടി 12 വർഷമാണ് യുദ്ധം നടത്തിയത്. ഈ 12 വർഷവും കേരളം ഈ അമൃത ആകാശത്ത് ഇങ്ങനെ പിടിച്ചു നിൽക്കുകയായിരുന്നു. അങ്ങനെ പിടിച്ചെന്ന് കഴിഞ്ഞാൽ അമൃത കുംഭത്തിൽ നിന്ന് 4 തുള്ളി താഴേക്ക് വീഴും. 4 തുള്ളി വീണത് ഒന്ന് പ്രയാഗരാജ്യവും മറ്റൊന്ന് ഹരിദ്വാറിലും നിശ്ചയിലെ നാസിക്കുന്ന 4 സ്ഥലങ്ങളിലാണ് ഈ വെള്ളം ഈ പറയുന്ന അമൃതത്തിന്റെ തുള്ളി വീണത്. അവിടെയാണ് 12 വർഷത്തിൽ ആ കുംഭമേള 12 വർഷത്തിലാണ് നടക്കാറുള്ളതെങ്കിൽ ഇപ്പോൾ അതൊരു രാഷ്ട്രീയ ഉപാധിയായി എല്ലാ വർഷം നടക്കും. അതിനെ കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയുമായിരുന്നു എന്ന് പറയുന്നത് ആലോചിച്ചു. കേരളത്തിലെ വളരെ കൃത്യമായി കേരളത്തിലെയായിരുന്നു ഇവർക്ക് വർഗീയ വിഷൻ കലർത്തുന്നതിന് വളരെയേറെ ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അനായാസമായി ആ വർഗീയ വിഷത്തെ കേരളത്തിലെ കൊണ്ടുവന്ന് സ്ഥാപിച്ച് ഒഴുക്കി എന്നുള്ളതാണ് മനസ്സിലാക്കി. അതിനവരെന്ത് ചെയ്തു? മാമാങ്കം എന്നൊരു കഥ കണ്ടുപിടിച്ചു. മാമാങ്കം എന്ന് പറയുന്നത് മാഘമാസത്തിലെ മകനക്ഷത്രത്തിൽ അവസാനിക്കുന്ന ഒരു ചടങ്ങായിരുന്നു. അങ്ങനെ മകം അങ്ങനെയാണ് വാക്കുകൾ ചേർന്ന് മകരം മകം ചേർന്നാണ് മാമാങ്കം എന്ന വാക്കുണ്ടാകുന്നത്. ആ മാമാങ്കം എന്ന് പറയുന്നത് നിളാതീരത്ത് രക്ഷാധികാരത്തിന് വേണ്ടി വള്ളുവൻ കോനാനെയും സാമൂതിരിയും തമ്മിൽ നടന്ന യുദ്ധം. ഈ യുദ്ധം എന്നൊക്കെ പറയുന്നത് സിനിമയിൽ കാണുന്ന യുദ്ധം കേട്ടോ. മാമാങ്കം സിനിമ കാണാൻ നമുക്ക് കേരളത്തിലെ ഈ ബാഹുബലിയുള്ള സിനിമകൾ കാണാൻ നമ്മൾ ഓർക്കും ഇതുകൊണ്ട് ഭയങ്കര സംഭവമായിരുന്നു. നോക്കി കേരളത്തിലെ തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മ യുദ്ധം ചെയ്തതൊക്കെ പറഞ്ഞ് നമ്മൾ വിചാരിക്കും സിനിമയിൽ കാണുമ്പോൾ എന്താണ് ഒരു യുദ്ധത്തോതിനോ ഇരക്കണക്കിന് സൈന്യങ്ങളും കുതിരയും ആനയും തേരും ഒക്കെ വെറുതെ കവളമടലും ഇരുമ്പ് കമ്പിയും കൊണ്ടു നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ടീമെ വെച്ച 100-500 പേര് നടത്തിയ പരിപാടിക്കാണ് യുദ്ധം എന്നൊക്കെ നമ്മൾ പറയുന്നത്. അത് രാവിലെ 10 മുതൽ 12 വരെ യുദ്ധം, പിന്നെ 2 മണിക്ക് വിശ്രമം, പിന്നെ 2 മുതൽ 4 വരെ യുദ്ധം, ഇങ്ങനെയൊക്കെ യുദ്ധം. ഇവിടെ സിനിമയിൽ കാണുമ്പോൾ നമ്മള് മമ്മൂട്ടി പണ്ട് സത്യനും നസീറും ഒക്കെ ഇങ്ങനെ ആരോപണം ഒക്കെ ഭയങ്കരമായ മോനെടുത്ത് ഇങ്ങനെ വീശി ഈ ഇതൊക്കെ ഒരു പൊട്ടക്കഥകളാണ്. ആ കഥയെ സിനിമവൽക്കരിച്ചപ്പോ നമ്മൾ പറഞ്ഞു ഇതൊക്കെ ശരിയാണ്, കേരളത്തിലൊക്കെ നടത്താണെന്നൊക്കെ നമ്മൾ വിചാരിക്കും. വളരെ സാമൂതിരിയുടെ ഒറിജിനൽ പഠനങ്ങളുണ്ടോ? സാമൂതിരി ഒറിജിനൽ പഠനം അദ്ദേഹം പുതിയ കൊടുത്തിയ മനുഷ്യനാണ്. ഒരു സ്വഭാവതയുണ്ട്, അല്ലാതെ അയാൾക്കൊരു വീട്ടിലോ ഒരു ബന്ധവുമില്ല. അയാൾ സാറ് വായിച്ച ഒരു സാരി പോലും ഇതായിരുന്നു. പക്ഷെ അയാളൊരു കുറിയോട്ട് കൊടുത്തിട്ടിരിക്കുന്ന ആ സാമൂതിരി, ഈ സാമൂതിരിക്ക് അധികാരം ബന്ധപ്പെട്ട് വള്ളുവ കോനാതിരിയുമായിട്ടുള്ള തർക്കത്തില് തിരൂരില് നെൽപ്പ് മണ്ഡപമുണ്ട്. അവിടെ നിലപാടിൽ ഇത്ര വലിപ്പമുള്ളൂ. ഞാൻ അവിടെ പോയിട്ടുണ്ട്. ഈ ഇത്രയും വലിപ്പമുള്ള ഒരു സ്റ്റേജാണ് നിലപാട് നിറഞ്ഞാൽ. അപ്പൊ അവിടെ നിൽക്കുന്ന എത്ര മലയാളി വേണമായിരിക്കും. അവിടെ നിന്നുകൊണ്ട് ഇയാൾ ഇങ്ങനെ ഗോകുവ വിളിക്കും. അപ്പൊ അയാളെ കൂടെയുള്ള ആളുകൾ ഓടി വരും. അവിടെ ടീം നമ്പർ ദിവസം വൈകുന്നേരം യുദ്ധം ഉണ്ടാകും. ആ യുദ്ധത്തിനാക്കി ജയിക്കുന്ന അങ്ങനെ ചെയ്യുന്നു. സിനിമയിൽ കാണുമ്പോൾ എന്താണ് ഓയിരങ്ങൾ ഇങ്ങനെ നിരക്കുന്ന ആനകളും തേരും കുതിരയും ഒക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നു. അന്ന് ഇവിടെ ആനയും കുതിര എന്തെങ്കിലും ഉള്ളത്. ഇതൊന്നുമില്ല. കേരളത്തിൽ കുതിര വരുന്ന ടിപ്പു വന്നതിന് ശേഷമാണ്. അതിന് കേരളത്തിൽ കുതിര ഒന്നുമില്ല. കേരളത്തിൽ വഴി വെട്ടുന്നതിന് ശേഷമാണ് അല്ലെ ടിപ്പു വന്നിട്ടാണ് കേരളത്തിൽ വഴി ഉണ്ടാകുന്നത്. പിന്നെ എവിടുന്ന ഈ തേരാട് ഈ തേരും കൂടി ഇങ്ങനത്തെ പൊട്ട കഥകൾ വെച്ചിട്ട് അത് യുദ്ധം ചെയ്യാൻ പോകുന്ന ആളുകൾക്ക് പറഞ്ഞ പേര് ജാവേദങ്ങളാണ്. നായന്മാർക്ക് ഒരു പണിയായിരുന്നു. നായന്മാർക്ക് പണിയില്ലായിരുന്നു. കേരളത്തിലെ നായന്മാർക്ക് ഒരു ജോലിയില്ല. നാഗരുടെ ജോലി എന്ന് പറയുന്നത് എന്താണ്, നമ്പൂരി വരുമ്പോഴത്തേക്കും ഭാര്യയുടെ കിടപ്പുരയുടെ വാതിൽ തുറന്നു ജോലി ഉണ്ടായിരുന്നത്. പിന്നെ അവരുള്ള പഠനാന്ന് പറയുന്നത്. പഠൻ എന്ത് പഠൻ? നായരുടെ പഠനങ്ങളുണ്ടോ? കുളവ് മാത്രം എടുത്ത് നടക്കുന്ന ഒരാളാണ് നായര്. ആ നായരുടെ ജോലിയാണ് സൈനിക ജോലി. അതൊക്കെ പറഞ്ഞ് രാവിലെ 10 പേര് വന്നിട്ട് ഒരു യുദ്ധം, രാവിലെ ഉച്ചയ്ക്ക് 2 തൊട്ട് 4 വരെ യുദ്ധം. ഈ യുദ്ധം ചെയ്ത് നായരോട് പറയും ഈ യുദ്ധം ചെയ്ത് ചാകറായി നിനക്ക് സൗന്ദര്യം പോകാന്ന് പറയും. പണ്ട് കുരിശുദ്ധ കാലഘട്ടത്തിൽ അങ്ങനെ യൂറോപ്പിൽ എങ്ങനെയാണ്
ഇങ്ങനെ പോകുന്ന ആളാണ് ചാവേർ. നമ്മൾ സിനിമയിലെ കാണുന്ന പോലെ പോയി ജയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭാര്യ നാലോർക്ക് എടുത്ത് കൊടുക്കും അല്ലേ? എന്തിനു വേണ്ടിയാണ് ചാവേർ ആരെങ്കിലും ഇത് ചെയ്തതിന് വേണ്ടിയാ? ആർക്ക് വേണ്ടിയാ? ആരോമൽ ചമര വടക്കമ്പാട്ടിലെ കഥ കേട്ടില്ല? വടക്കമ്പാട്ടിലെ ചേകോന്മാർ ആർക്ക് വേണ്ടിയാ യുദ്ധം ചെയ്യുന്നത്? ഏതൊരു നമ്പൂരി വീട്ടിലെ അല്ലെ ഒരു ക്ഷത്രിയന്റെ വീട്ടിലെ ഒരു തർക്കം ഉണ്ടാകുന്നു. മൂപ്പളവൻ തർക്കം എന്നാണ് പറയുന്നത്. പ്ലാവ് നോക്കിയിട്ടാ അത് ചക്കയാണ് മാവാണ് മാങ്ങ എന്ന് ചോദിച്ചാൽ പറയും ചക്കയാണ് ഏറ്റവും മാവ്. ശരി ശരി നമുക്ക് തർക്കം ചെയ്ത് കേട്ടാ, യുദ്ധം ചെയ്ത് തീർക്കാം. ഉടനെ പോയി ചേകവരെ വിളിച്ചോണ്ടിരുന്നത് ചേകോന്മാർ യുദ്ധം ചെയ്ത് ജയിക്കുന്നത് ഏത് ചേകവനോ അവൻ പറയുന്നതാണ് ശരി, മാവങ്ങയാണോ ചക്കയാണോ. ഇതായിരുന്നു ഈ പൊട്ട കഥകളെയൊക്കെ കുഞ്ചാക്കോയും ഉദയ കുഞ്ചാക്കോയും നീലാസുബ്രഹ്മണ്യം ഒക്കെ സിനിമ ആക്കിയപ്പോ നമ്മൾ വിചാരിച്ചത് ഭയങ്കര ചരിത്രമാണ്. അങ്ങനെ ചാവേറുകളെ സൃഷ്ടിച്ച ആ കാലഘട്ടത്തില് 1124 ശേഷം ചേര രാജാവിന് ശേഷം തിരുനാവായ വള്ളുവ കോനാദിയുടെ അധീനതയിലായി. അങ്ങനെയുള്ള നിലപാട് നിലപാടുകൾക്ക് അധികാരം വള്ളുവ കോനാദിക്കായി. 1485 ആദ്യത്തെ മാമാങ്കം സാമൂതിരി വള്ളുവ കോനാദിയെ തോൽപ്പിച്ച് അധികാരത്തിലേക്ക് വരുന്നു. അങ്ങനെ വള്ളുവനാട്ടിലെ ചേകോന്മാര് സാമൂതിരിയെ തോൽപ്പിക്കാൻ വേണ്ടി നടത്തിയ സമരങ്ങള്, അങ്ങനെ 10,000 ആളുകളെ ബലി കൊടുത്തുകൊണ്ട് നടത്തിയ യുദ്ധങ്ങളെയാണ് മാമാങ്കം എന്ന് പറയുന്നത്. മാമാങ്ക തറയോട് നിങ്ങൾ തിരുവനന്തപുരത്തെ മാമാങ്ക തറ കാണാനൊക്കെ അവിടുത്തെ കിണറ് കാണാം. അവിടെ ഭാര്യ അടമ ചകുന്നതിന്റെ എല്ലാം കുഴിച്ചിടാൻ കിണറിലിട്ടിട്ട് ആനയെ കൊണ്ട് ചവിട്ടി താക്കുമായിരുന്നു. അങ്ങനെയുള്ള കുറെ സ്ഥലങ്ങള് മാമാങ്ക സ്മാരകങ്ങൾ സംരക്ഷിച്ചു വെച്ചിട്ടുണ്ട്. 1755 ഹൈദരാലി ആദ്യത്തെ സ്ഥാപിച്ചുകൊണ്ട് രാജാവും തീർന്നു, രാജാവിന്റെ പടയം തീർന്നു, ചാവേർ പടയം. ഈ സ്ഥലത്ത് ഇങ്ങനെ പരസ്പരം പോരടിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തില് ഒരു ചെറിയ പ്രദേശത്തിന്റെ അധികാരത്തൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഈ പൊട്ട രാജാക്കന്മാരെ നാട്ടുരാജാക്കന്മാർ മാടമ്പികൾ നടത്തിയ പോരാട്ടങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് കേരളത്തിലേക്ക് കുംഭമേള വരുന്നത്. സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും ഭീകരമായ ഒരു വേർഷനാണ് നാം നടത്തുന്നത്. അവിടെ വന്ന് സ്വാമി എന്ന പേര് പറഞ്ഞുകൊണ്ട് വന്നവന്മാർ പ്രസംഗിച്ചത് നിങ്ങൾ കേൾക്കണം. ആ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ എന്താണ് കുംഭമേളയുടെ ലക്ഷ്യമെന്ന് അറിയാം. കേരളത്തില് സംഘപരിവാരത്തിന്റെ അധികാരം ഇങ്ങനെ സ്ഥാപിച്ചെടുക്കാമെന്നതിനും കേരളത്തിലെ നമ്മൾ പറയുന്നത് നായാളി മുതൽ നമ്പൂതിരിമാരെ വരെ വോട്ട് രാഷ്ട്രീയത്തിൽ എങ്ങനെ തങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതിന്റെ വളരെ ആസൂത്രിതമായ ഒരു ഗോഡ് മാർക്കറ്റാണ്, ഒരു ദൈവസന്ധ്യയാണ് നമ്മൾ കുംഭമേളയിൽ കണ്ടത്. ഇവിടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ വളരെ അപകടകരമായ രാഷ്ട്രീയത്തിലാണ് നിൽക്കുന്നത്. ആ അപകടകരമായ രാഷ്ട്രീയത്തെ എങ്ങനെ നമ്മൾ തിരിച്ചറിയുന്നു, എങ്ങനെ അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്നു? ഹിന്ദുത്വ എന്ന് പറയുന്ന സെക്ടർ ഹിന്ദുത്വം മാത്രമല്ല, എല്ലാ മത ചിന്തകൾക്കുമെതിരെ, മതാധിപത്യങ്ങൾക്കെതിരെ മാനവികതയുടെ മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കാന്നുള്ളതല്ലാതെ വേറെ ഒരു മാർഗങ്ങളില്ല. ഇടതുപക്ഷം വന്നുകൊണ്ട് മറുപക്ഷം വന്നുകൊണ്ട് പരിഹരിക്കാവുന്ന ഒരു കാര്യമേ ഇത്. ഇതൊക്കെയാണ് എന്ന് വെറുതെ പറഞ്ഞു പറ്റിക്കണ്ട. അങ്ങനെ ഏത് പക്ഷവും നമ്മൾ ഇന്നത്തെ കേരളമാണെന്ന് പറഞ്ഞെടുത്ത് കേരളത്തിലെ വോട്ട് രാഷ്ട്രീയത്തിന്റെ കണക്കുകൾ നിങ്ങൾ പരിശോധിക്കണം. സംഘപരിവാരം എന്ന് പറയുന്നത് ഒരു BJP അല്ല, നിങ്ങൾ മനസ്സിലാക്കണം. RSS എന്ന് പറയുന്നത് 10 കോടി ജനങ്ങൾ മെമ്പർഷിപ്പുള്ള 4 ലക്ഷം ശാഖകളുള്ള അല്ലെങ്കിൽ പൂരാ കേന്ദ്രീകരിച്ച് ഇന്ത്യയിലെ ഓരോ ഗ്രാമത്തെ കുറിച്ച് വളരെ കൃത്യമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചേർത്തലയിൽ എത്ര ഗ്രാമമുണ്ടെന്നും അവിടെ എത്ര ആളുകൾ, എത്ര പേർക്ക് വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ഇല്ലാത്തവരുണ്ടെന്നും എത്ര വീടുകളുണ്ടെന്നും എത്ര ആളുകളെന്നും വളരെ കൃത്യമായി കണക്കറിയാവുന്ന ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിയും വലിയൊരു സംഘം ഈ പറയുന്ന സംഘപരിവാരാണ്. സംഘപരിവാരത്തിന്റെ 100 കണക്കിന് പ്രസ്ഥാനങ്ങളിൽ ഒരെണ്ണം മാത്രമാണ് BJP എന്ന് വെച്ച് മനസ്സിലാകുന്നത്. അത്ര അസുഖമായിട്ടുള്ള നമുക്ക് ഭയപ്പെട്ട ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും നാസി പാർട്ടിയെയും അല്ലെ ബ്ലാക്ക് ട്രൂപ്പേഴ്സിനെയും ബ്ലാക്ക് ഷർട്ട്സിനെയും സ്റ്റോപ്പ് ട്രൂപ്പേഴ്സിനെയും ഒക്കെ തോൽപ്പിക്കുന്ന പടയാളികളുടെ ഒരു സംഘമാണ് സംഘപരിവാരം എന്നും ഒരുപക്ഷെ നമുക്ക് എത്ര കാലത്തേക്ക് ഈ ഭരണഘടനയിൽ വന്നു നിൽക്കാൻ കഴിയുമെന്ന് അറിയില്ല. അത്രമാത്രം അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയം പോകുന്നത്. ആ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ അധികാരഘടനയെ കേരളത്തിൽ പറിച്ചു തരാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും ഈ കുംഭമേള എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുള്ള യോഗയുടെയും ജ്യോത്സ്യത്തിന്റെയും അക്ഷരത്തിന്റെയും ഒക്കെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ ആസൂത്രിതമായ ഗോഡ് മാർക്കറ്റിലൂടെ എങ്ങനെ രാഷ്ട്രത്തിന്റെ അധികാരം സ്ഥാപിച്ചെടുക്കാനും ഇന്ത്യയുടെ പരിപാവനമായ ഗ്രന്ഥമെന്ന് പറയുന്നത് ഖുർആനും ബൈബിളും ഭഗവത്ഗീതയും അല്ല എന്നും അത് ഇന്ത്യൻ ഭരണഘടനയാണ് എന്ന് നമ്മൾ ഇനി തിരിച്ചറിയണം. ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിച്ചുകൊണ്ടല്ലാതെ ഇന്ത്യൻ ഭരണഘടനയുടെ അവകാശങ്ങളെ, ഇന്ത്യയിലെ ഓരോ ജനത്തിലെ മൗലിക അവകാശങ്ങളെ സംരക്ഷിക്കാനുള്ള സമരങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ട് ഏതൊരു മതരാഷ്ട്രവാദത്തെയും എതിർക്കാനുള്ള ജനാധിപത്യ പ്രക്രിയയുടെ മുൻനിൽക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. ആ കഴിയുന്നതിന് മുന്നിൽ അവിടെ കക്ഷി രാഷ്ട്രീയം മറന്നുകൊണ്ട് സംഘപരിവാരത്തിന് മുന്നിൽ നമ്മൾ പ്രതിരോധം ഉയർത്താൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നവോത്ഥാനത്തെക്കുറിച്ചും നവീകരണത്തിൽ സംസാരിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നമ്മളെല്ലാം തന്നെ പഴയ ഗോത്രകാല സംസ്കാരങ്ങൾ തിരിച്ചു പോകാൻ അവസ്ഥ ഉണ്ടാകും. അത് ഉണ്ടാകാൻ അനുവദിക്കരുത് എന്നതിന്റെ വാർത്ത അവസാനിക്കും.